ശ്രീഗുരുഭ്യോ നമ. ഓം വിദ്യാധിരാജായ നമ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഗുരുഭ്യോ നമ. സ്വത്വേനാജ്ഞായ ദേവം യമിഹ സകല വേദാഗമൈകാന്തനിഷ്ഠം നിത്യം ദിക്കാലവസ്ത്വച്ഛിതി കൃതി വിഷയീഭൂതധാമൈതി കശ്ചിത് പായാൻ മാം ശ്രീയേറ്റുമാനൂരഭിത നിലയവാസീശ്വരോർത്ഥേന്ദുമൗലി കാരുണ്യാഘൂർണമാനാംബക ഉരുഭവദാവാനലൈക സ്വഭാവഃ. സ്വത്വേനാജ്ഞായ ദേവം യമിഹ സകല വേദാഗമൈകാന്തനിഷ്ഠം നിത്യം ദിക്കാലവസ്ത്വച്ഛിതി കൃതി വിഷയീഭൂതധാമൈതി കശ്ചിത് പായാൻ മാം ശ്രീറ്റുമാനൂരഭിത നിലയവാസീശ്വരോർദ്ധേന്ദുമൗലി കാരുണ്യാഘൂർണമാനാംബക ഉരുഭവദാവാനലൈകസ്വഭാവഃ. സ്വത്വേന ആജ്ഞായ എന്നാണ് അവിടെ, അജ്ഞായ എന്നല്ല, ആജ്ഞായ ദേവം യം ഇഹ സകല വേദാഗമൈകാന്തനിഷ്ഠം നിത്യം ദിക്കാലവസ്ത്വച്ഛിതി കൃതി വിഷയീഭൂതധാമ ഏതി കശ്ചിത് പായാത് മാം ശ്രീയേറ്റുമാനൂരഭിത നിലയവാസീശ്വരഃ അർദ്ധേന്ദുമൗലിഃ കാരുണ്യാഘൂർണമാനംബക ഉരുഭവദാവാനലൈക സ്വഭാവ എന്നാണ് അതിൻ്റെ സന്ധിച്ഛേദം. ഇഹ കശ്ചിത്, ഇവിടെ ആരെങ്കിലും ഈ ദേവനെ ധ്യാനിക്കുന്ന പക്ഷം, ധ്യാനിച്ച് ആ ദേവന്റെ സ്വഭാവത്തെ തൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളുവാൻ പ്രാപ്തനാകുന്ന വിധം ധ്യാനിക്കുകയാണെങ്കിൽ ആ ദേവന്റെ രൂപം എങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ദേവൻ ഇഹ മാം പായാതെന്നാണ്. ആ ദേവൻ എന്നെ പായാത് എന്ന് പറഞ്ഞാൽ പാലനം ചെയ്യട്ടെ, രക്ഷിക്കട്ടെ എന്നാണ്. ഈ ദേവൻ എങ്ങനെയുള്ള ദേവനാണ്? കശ്ചിത്, ഏതെങ്കിലും ഒരു ഭക്തൻ, ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം? സകല വേദാഗമൈകാന്തനിഷ്ഠം യം ദേവം സ്വത്വേന ആജ്ഞായ. യം ദേവം, ഏതൊരു ദേവനെയാണോ സ്വത്വേന ആജ്ഞായ, സ്വത്വേന സ്വത്വമായിട്ട്, സ്വം എന്ന് പറഞ്ഞാൽ സെൽഫ്, താൻ തന്നെ, സ്വത്വം താൻ തന്നെ എന്ന അവസ്ഥയിൽ, താൻ തന്നെ എന്ന ഭാവേന ആജ്ഞായ. ആ എന്നുള്ള ഉപസർഗത്തിന് അർത്ഥം എന്താണ്? ആ പൂർണ്ണമായിട്ടും എന്നാണ്. ആ സമന്താത് എന്നാണ് അതിന്റെ അർത്ഥം പറയാം. സമന്താത് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായിട്ടും ജ്ഞായ. പെട്ടെന്ന് അവിടെ സ്വത്വേന അജ്ഞായ എന്നൊരു പദച്ഛേദം ചെയ്യാൻ തോന്നും ചിലപ്പോൾ. അപ്പോൾ സ്വത്വേന ആജ്ഞായ എന്നാണ്. ആ സമന്താത്, പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് എന്നാണ്. സ്വത്വേന ആജ്ഞായ, എങ്ങനെ സ്വത്വമായിട്ട് താൻ തന്നെ, ഞാൻ തന്നെയാണത് ഈ ദേവൻ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ എന്ത് പാടില്ല? ഒരു അകലം അവിടെ ഇല്ല. അപരനാണ് ഞാൻ, എന്നിൽ നിന്ന് അഭിന്നനാണ് ഈ ദേവൻ
എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എങ്ങനെയുള്ള ദേവനാണ്? സകല വേദ ആഗമ ഏകാന്ത നിഷ്ഠം. സകല വേദ ആഗമ ഏകാന്ത നിഷ്ഠനാണ്. സകല വേദങ്ങളുടെയും, സകലം കലകളോടുകൂടി, വേദങ്ങളും വേദങ്ങളുടെ അംഗങ്ങളും മുഴുവൻ, വേദ ആഗമങ്ങൾ, ആഗമങ്ങള് ശാസ്ത്രങ്ങള്. അപ്പോ അവിടെ വേദാന്താദികളായിട്ടുള്ള ന്യായശാസ്ത്രം, വേദാന്തം, ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളൊക്കെ. അപ്പൊ വേദങ്ങളും ആഗമങ്ങളുടെയും ഏകാന്തനിഷ്ഠം, ഏകമായ അന്തമായി സ്ഥിതി ചെയ്യുന്നത്. ഏകമായ അന്തം. അന്തം എന്താണ്? അന്തം എന്ന് പറഞ്ഞാൽ എൻഡ്. എൻഡ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നാണ് അർത്ഥം, അല്ലേ? നമ്മൾ പറയാറില്ലേ പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാറ്? എൻഡ്സ് ഓഫ് ലൈഫ്. എൻഡ്, എൻഡുകളാണ് ജീവിതത്തിന്റെ. എൻഡ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യമാണ് എൻഡ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. എവിടെയാണ് നമ്മൾ പല പല ഉപാധികൾ ഉപയോഗിക്കും. കാൽനടയായിട്ട് പോകുന്നിടത്ത് കാൽനട, പിന്നെ ചെറിയ വാഹനങ്ങൾ, ഓട്ടോറിക്ഷ, ട്രെയിൻ, പ്ലെയിൻ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് നിൽക്കുന്ന എവിടെയാണ്? നമ്മുടെ ലക്ഷ്യത്തിലാണ്. അപ്പൊ എൻഡ് എന്നുള്ള പദം അന്തം, സംസ്കൃതത്തിലുള്ള അന്തം തന്നെയാണ് ഇംഗ്ലീഷിൽ പറയുന്ന എൻഡ്. അപ്പൊ അത് പക്ഷെ അർത്ഥം എന്താണ്? നമ്മളെപ്പോഴും അവസാനം എന്ന് പറയും. അവസാനം എന്നുള്ള എവിടെയാണ്? ലക്ഷ്യത്തിലാണ് അവസാനം. അപ്പൊ അതുകൊണ്ട് വേദ അന്തം എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ അവസാനം എന്ന് പറയുമ്പോൾ തന്നെ വേദങ്ങൾ എന്തിനെ ലക്ഷ്യമാക്കുന്നുവോ ആ വേദത്തിന്റെ ലക്ഷ്യമായി വർത്തിക്കുന്നതാണ് ഈ ദേവൻ. അപ്പൊ ഈ ദേവന്റെ എന്താണ്? സാക്ഷാത്കാരമാണ് വേദാന്തങ്ങളുടെയും ആഗമങ്ങളുടെയും എല്ലാം ലക്ഷ്യം. അപ്പൊ എല്ലാ ആഗമങ്ങളും എല്ലാ വേദങ്ങളും ഏകാന്തനിഷ്ഠം, ഏകാന്തം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ലക്ഷ്യം എന്ന് അർത്ഥം. നമ്മൾ ഏകാന്തത, മനസ്സിന്റെ ഏകാന്തത എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഏകാന്തത എന്ന് പറഞ്ഞാൽ? ഒറ്റ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഏകാന്തത അഥവാ ഏക അഗ്രത. അഗ്ര എന്ന് പറഞ്ഞാലും അതാണ്. അഗ്ര എന്ന് പറഞ്ഞാൽ മുന്നിൽ. മുന്നിൽ എന്താ ഉണ്ടാകാൻ പാടുള്ളൂ? ഒറ്റ ലക്ഷ്യമേ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലേ? നമ്മുടെ അർജുനൻ പണ്ട് കണ്ടതുപോലെ അർജുനോട് ചോദിച്ചില്ലേ? ദ്രോണന് ചോദിച്ചു, ഓരോരുത്തരോടും ചോദിച്ചു, യുധിഷ്ഠിര നീ എന്താ ഇവിടെ കാണുന്നത്? യുധിഷ്ഠിരൻ എന്താണ് കണ്ടത്? യുധിഷ്ഠിരൻ ഇവിടെതാ ഈ രാജാക്കന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, ഇവിടെതാ ഈ വൃക്ഷമുണ്ട്, അതിന്റെ മുകളിൽ പക്ഷിയുണ്ട്, ഇതൊക്കെ കണ്ടു. യുധിഷ്ഠിര നീ അവിടെ പോയിരുന്നോ? നിന്നെ കൊണ്ട് ഞാൻ വിചാരിച്ച കാര്യം ചെയ്യാൻ പറ്റില്ല. ആരോട്? യുധിഷ്ഠിരനോടായി പറയുന്നു. ഇങ്ങനെ ഇത്രയും ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു കഥാപാത്രമുണ്ടോ? പക്ഷേ എന്തില്ല? ഏകാഗ്രമല്ല മനസ്സ്. എന്തിനെയാണ് അവിടെ ഭേദിക്കേണ്ടത്? ആ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാകാൻ പാടുള്ളൂ. വേറെ പലരെയും വിളിച്ചു, പാണ്ഡവരിൽ തന്നെ പലരെയും വിളിച്ചു. പക്ഷേ എന്താണ്? എല്ലാവരും അതിവിശാലമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അർജുനൻ മാത്രം എന്തേ കണ്ടുള്ളൂ? അർജുനൻ അവിടെ താൻ ഭേദിക്കേണ്ട ആ ഒരൊറ്റ ലക്ഷ്യത്തെ കണ്ടുള്ളൂ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏകാഗ്രത എന്ന് പറയുന്നത്. മറ്റ് പലതും അവിടെ നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും എന്താകാൻ പാടില്ല? വിഷയമാകാൻ പാടില്ല. നമ്മൾ ഭേദിക്കേണ്ട ഒരൊറ്റ ലക്ഷ്യം, അല്ലേ? ആ ലക്ഷ്യം, ഒറ്റ ലക്ഷ്യം കണ്ട ആള് പിന്നെ ആരാണ്? വേറെ ഒരാൾ ആരാണ്? ഏകലവ്യൻ. ഏകലവ്യൻ, ഏകം, ഏകമായ ഒരേ ഒരു ലവനം ചെയ്യാന്ന് പറഞ്ഞാൽ ഭേദിക്കുക എന്നാണ് അർത്ഥം. ലവനം ചെയ്യുക. ലവ്യമായി ഒറ്റ ഒന്നിനെ കണ്ട ആളാണ് ഏകലവ്യനും. ഏകലവ്യൻ തന്റെ ലക്ഷ്യം നേടുകയും ചെയ്തു. പക്ഷേ ഏകലവ്യൻ എന്താണ്? അത് കൊണ്ടു നടക്കാൻ ഏകലവ്യന് എന്തുണ്ടായിരുന്നില്ല? പാത്രത ഉണ്ടായിരുന്നില്ല. അതാണ് ഏകലവ്യന് പറ്റിയ ഒരൊറ്റ കുഴപ്പം. പാത്രത ഉണ്ടായിരുന്നില്ല. ലക്ഷ്യം നേടിയോണ്ട് കാര്യമില്ല. അതിനെന്ത് ചെയ്യണം? അതിനെ കൊണ്ടു നടക്കാനുള്ള യോഗ്യതയും കൂടെ ഒരു മനുഷ്യന് വേണം. അല്ലെങ്കിൽ എന്താണ്? മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, ഞാനൊരു ഭ്രാന്തന്റെ കയ്യിൽ തോക്ക് കണ്ടാൽ അവനെ ഞാൻ വധിക്കും. മഹാത്മാഗാന്ധി അഹിംസയുടെ വക്താവാണ്, അഹിംസയുടെ മൂർത്തിമദ്ഭാവമാണ് മഹാത്മാഗാന്ധി. പക്ഷെ എന്താ പറഞ്ഞ? ഒരു ഭ്രാന്തന്റെ കയ്യിൽ തോക്ക് കണ്ടാൽ ഞാൻ അവനെ വധിക്കും എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി. അദ്ദേഹം ഒരിക്കലും വധത്തിന്റെ, ഹിംസയുടെ വക്താവല്ല. പക്ഷെ പാത്രത്വം ഇല്ല ആരിലെ? ഭ്രാന്തന്. ഇതൊരു നമ്മുടെ ഒരു വീരനായ യോദ്ധാവിന്റെ കയ്യിൽ
ഒരു എന്താണ്, എത്ര ശക്തിയുള്ള തോക്ക് കണ്ടാലും നമ്മൾ ഭയപ്പെടില്ല. നമ്മുടെ രക്ഷയ്ക്കാണത് എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. നമ്മുടെ യോദ്ധാക്കളുടെ കയ്യിൽ തോക്കുണ്ട്. എന്താണ് നമ്മൾ ഭയപ്പെടാത്തത്? പക്ഷെ ഏകലവ്യൻ അതല്ല ചെയ്തത്. ഒരു പട്ടി തന്റെ നേരെ കുരച്ചപ്പോൾ അതിന് നേരെയാണ് ആ ശസ്ത്രം പ്രയോഗിച്ചത്. അപ്പോ അയാളോട് ഒരാൾക്ക് എതിർക്കാൻ പറ്റുമോ? ഇല്ല. ഏകലവ്യ, നിനക്ക് പാത്രത്വമില്ല, നിന്റെ വിരല് മുറിക്കുക. തള്ളവിരല് മുറുക്കി. ഇതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? തള്ളവിരൽ മുറിപ്പിച്ചത്. അല്ലാതെ ഏറ്റവും എന്താണ് പറയാ, നീചമായ ഉപായം ഉപയോഗിച്ച് അർജുനനെ ഏറ്റവും വലിയ ധനുർധരനാക്കാൻ ആണ് എന്ന് പറഞ്ഞു നടക്കുന്ന നിരവധി ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. ഇതല്ല മനസ്സിലാക്കേണ്ടത്, പാത്രത്വത്തെയാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോ ഏകമായ അന്ധമായി ഒരൊറ്റ ലക്ഷ്യമായി വേദാഗമങ്ങൾ എല്ലാം ഏതൊരു ദേവനെയാണോ പറയുന്നത്, സകല വേദ ആഗമ ഏകാന്തനിഷ്ഠം യം ദേവം, ഇങ്ങനെയുള്ള ഏതൊരു ദേവനെ സ്വത്വേന ആജ്ഞായ, സ്വം ആയി, സെൽഫ്, ദ സെൽഫ് ആയി ആ ദേവനെ മനസ്സിലാക്കിക്കൊണ്ട് നിത്യം നിത്യം എന്നും എല്ലാ ദിവസവും എനിക്ക് നിരന്തരമായി, അന്തരമില്ലാതെ നിരന്തരമായി ആ ഭാവം മനസ്സിലുണ്ടാകണം. എന്നിട്ട് ദിക്കാല വസ്തു അച്ഛിതി കൃതി വിഷയീഭൂതധാമ ഏതി. ദിക്കാല വസ്തു അച്ഛിതി, ദിക്ക്, കാലം, വസ്തു എന്നിവ കൊണ്ട് വിച്ഛേദിക്കപ്പെടാതെ, വ്യവച്ഛേദിക്കപ്പെടാതെ, നമ്മൾ ഒരു വസ്തുവിനെ കാണുമ്പോൾ നേരത്തെ നമ്മുടെ സുകുമാരൻ സാറ് പറഞ്ഞതുപോലെ എന്താണ്, ദേശകാലങ്ങളുടെയും ഗുണങ്ങളുടെയും മറ്റും ഭേദം കൊണ്ട് നമ്മൾ തിരിച്ചറിയുകയാണ്, അല്ലെ? ഒരൊറ്റ ജലം, സമുദ്രത്തിലെ ഒരു ജലം, ഇപ്പോഴിതാ ഈ ജലം എന്താണ്, ഇത് ഒരു ആവർത്തമാണ്, ആവർത്തം ചുഴിയാണ്. ആ ജലം തന്നെ മറ്റൊരു സമയത്ത് അതേ ജലം ഇപ്പോഴിതാ ഈ ജലം തിരയാണ്, ഇപ്പോഴിതാ ഈ ജലം നുരയായി വരുന്നു. നുരയും പൊട്ടിയ വെള്ളം തന്നെയാണ്. അപ്പൊ എന്താണ്, അവിടെയാണ് ദിക്ക്, കാലം, അവസ്ഥ എന്നിവയുടെ ഭേദം കൊണ്ട് വിവിധങ്ങളായ വസ്തുക്കളായി നാം അവയെല്ലാം വ്യവഹരിക്കുന്നു. അപ്പോ ഈ ഒരൊറ്റ ദേവനാണ് എന്താണ്. പക്ഷെ ഈ ദേവൻ എന്താണ്, അവ്യവച്ഛിന്നമാണ്, വ്യവച്ഛേദിക്കാൻ കഴിയുകയില്ല ഈ ദേവന്, അല്ലേ? ഈ ദേവനെയല്ലേ നമ്മൾ ആരായി കണ്ടത്? അർജുനന്റെ അടുത്ത് കലഹമുണ്ടാക്കുന്ന ഒരു ആരായിട്ടാണ് നമ്മൾ കണ്ടത്? ആ കിരാതമൂർത്തിയായിട്ട് കണ്ടത്. ആ കിരാതമൂർത്തി തന്നെയാണ് ഇവിടെയും വിവിധങ്ങളായ രൂപത്തിൽ സാംബശിവനായിട്ട് നമ്മൾ കാണുന്നു, അല്ലേ? ഗംഗാധരനായിട്ട് നമ്മൾ കാണുന്നു, പല പല രൂപത്തിൽ നമ്മൾ കാണുന്നു. അതൊക്കെ എന്താണ്, ഇവിടെ ഇപ്പോൾ ഈ രൂപത്തിൽ, ഇവിടെ മറ്റൊരു രൂപത്തിൽ പിന്നെ നമ്മൾ കാണുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ദിക്കാലാദികൾ കൊണ്ട്, അവസ്ഥകൾ കൊണ്ട്, ഗുണങ്ങളുടെ വൈഷമ്യം കൊണ്ട്, സത്വഗുണങ്ങളുടെ, സത്വപ്രവൃദ്ധമായിരിക്കുന്നു, രജോ ഗുണപ്രവൃദ്ധമായിരിക്കുന്നു, തമോ ഗുണപ്രവൃദ്ധമായിരിക്കുന്നു. പല പല രൂപത്തിൽ നമ്മൾ ഈ ദേവനെ കാണും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? പല രൂപത്തിൽ കാണുമ്പോൾ ഇത് ഒന്നിനാലും വ്യവച്ഛേദിക്കപ്പെട്ടിട്ടില്ല. നിയതമായ ഒരു രൂപം ഈ ദേവന് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ദിക്ക്, കാലം, വസ്തു എന്നിങ്ങനെ സാധാരണ നാം ലൗകികങ്ങളായ സകല വസ്തുക്കളെയും വ്യവച്ഛേദിക്കുന്ന ഒരു മാനം കൊണ്ടും വ്യവച്ഛേദിക്കപ്പെടാത്തവനായിരിക്കുന്നവനായ ഈ ദേവൻ അങ്ങനെ വിഷയീഭൂതധാമ ഏതി, അപ്രകാരം നമുക്ക് വിഷയീഭവിക്കുന്നതായ ഈ ദേവന്റെ ആ ചൈതന്യത്തെ, ധാമ, അതിൻ്റെ ആ പ്രകാശം, ആ പ്രകാശത്തെ ഏതൊരു മനുഷ്യനാണോ തൻ്റെ മനസ്സിൽ ആ വിധത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്, ആ ദേവൻ എങ്ങനെയായിരിക്കുന്നു? ആ ദേവൻ ശ്രീ ഏറ്റുമാനൂരഭിധ നിലയവാസി. ശ്രീ ഏറ്റുമാനൂരഭിധം, അഭിധം അഭിദാനം ചെയ്യപ്പെടുന്നു, പേര് എന്നർത്ഥം. ശ്രീ ഏറ്റുമാനൂർ എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്ന, അറിയപ്പെടുന്നതായ ഈ ആലയത്തിൽ, ഈ സദനത്തിൽ, ഈ ദേവാകാരത്തിൽ വാസി
വസിക്കുന്നവനായിരിക്കുന്ന ഈ ദേവൻ. ഈ ദേവൻ എങ്ങനെയുള്ള ദേവനാണ്? കാരുണ്യാഘൂർണമാന അംബകഃ. കാരുണ്യം കൊണ്ട് ആഘൂർണമാനമായിരിക്കുന്ന അംബകത്തോട് കൂടിയവൻ. അംബകം എന്താണ്? കണ്ണ് അല്ലെ? ത്രംബകനാണ് ഈ ദേവൻ, മുക്കണ്ണനാണ് ഈ ദേവൻ. അപ്പോ ഇങ്ങനെ ഈ ദേവന്റെ കണ്ണുകൾ എങ്ങനെയുള്ളതാണ്? കാരുണ്യ ആഘൂർണമായ അംബകങ്ങളോട് കൂടിയവൻ. കാരുണ്യം കൊണ്ട്, കാരുണ്യ പരവശമായിരിക്കുന്ന, അതുകൊണ്ട് ശോഭിക്കുന്ന, പാരവശ്യമാർന്നതായ ആഘൂർണം. പൂർണ്ണം എന്നുള്ളതിന് എന്താണ്? ഇളകിമറിയ, കലങ്ങുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇളകിമറിയ, കലങ്ങുക. കാരുണ്യം കൊണ്ട് കലങ്ങുന്നത് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? കാരുണ്യ ആർദ്രമായിരിക്കുന്ന ഈ നേത്രങ്ങളോടുകൂടിയവനായ ഈ ദേവൻ ഉരുഭവദാവാനലൈക സ്വഭാവ. ഉരുഭവദാവാനൻ, ഉരുവായ, വർദ്ധിച്ചതായ, ഭവദാവാനലൻ. ഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭവസാഗരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വീണ്ടും വീണ്ടും ഭൂമിയിൽ ഭവിക്കുക, ജനിമൃതികളുടെ ഈ പ്രവാഹത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭവാബ്ദി, ഭവസാഗരം എന്നൊക്കെ നമ്മൾ പറയാറ്. ആ ഭവ അനലൻ, അത് അസഹ്യമായതുകൊണ്ട് എന്ന് പറയുന്നു, അത് അനലനായിട്ടും പറയുന്നു അല്ലേ? നമ്മളതിൻ്റെ ഓരോ സവിശേഷത കൊണ്ടാണ് നമ്മളതിന് ഓരോ പേര് പറയുന്നത്. ഇത് അപാരമാണ്, മറുകര കടക്കാൻ പറ്റാത്തതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഭവസാഗരം എന്ന് പറയും. സമുദ്രമാണ്, സമുദ്രത്തിന് മറുകര കടക്കാൻ പറ്റില്ല, അപാരമാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഭവസാഗരം എന്ന് പറയും. ഇത് ഏറ്റവും ദുസ്സഹമായി തീരുമ്പോൾ നമ്മൾ എന്ത് പറയും? ഭവദാവാനലൻ. ഭവമാകുന്ന അഗ്നി, സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. എങ്ങനെയുള്ള അഗ്നിയാണ്? ദാവാഗ്നി. ദാവം എന്ന് പറഞ്ഞാല് കാട്. അപ്പോ ദാവാഗ്നി, കാട്ടുതീ. അതിദുസ്സഹമായ ഈ ഭവമാകുന്ന, ജനപ്രതികളാകുന്ന ദുസ്സഹമായ ഈ കാട്ടുതീയിന്റെ ഭവദാവാനലൈക സ്വഭാവ. ദാവാനലന്റെ ഒരേ ഒരു സ്വഭാവത്തോടു കൂടിയവരുമാണ് ഈ ദേവൻ. എന്താണ്? ഒരു വൈപരീത്യം നമുക്കിവിടെ തോന്നുകയാണ്. കാരുണ്യാകുല നേത്രനാണ്. കാരുണ്യ ആഘൂർണിതമായിട്ടുള്ള നയനത്തോടു കൂടിയവനാണ് ഈ ദേവൻ. അതേ ദേവൻ തന്നെ ഉരുഭവ ദാവാനലൈക സ്വഭാവ. ദാവാനലന്റെ സ്വഭാവത്തോട് കൂടിയവരുമാണ്. അഗ്നിയുടെ സ്വഭാവത്തോട് കൂടി, കാട്ടുതീന്റെ സ്വഭാവത്തോട് കൂടിയതാണ്. അപ്പൊ ആ കാട്ടുതീ ഒരിടത്ത് നമ്മളോടുള്ളതായ ദയ, അതേസമയം തന്നെ എന്താണ്? ഇത്രയും ഉഗ്രമായിട്ടുള്ള, തീക്ഷണമായിട്ടുള്ള, ദുസ്സഹമായ അഗ്നിയുടെ സ്വഭാവമാണ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നമുക്ക് വന്നു ചേരുന്ന ദുരിതങ്ങളെ നീക്കിക്കളയുന്നതിൽ അത്രയേറെ അസഹിഷ്ണുതയോടെ ഇരിക്കുന്ന ദേവനാണ്. തീവ്രമായ ഭാവത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പോ പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ദുരിതങ്ങൾ നീങ്ങിപ്പോകുന്നതിന് വിളംബം? പക്ഷെ എന്താണ്? അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിന്റെ ഒരു പ്രവണായുധം അതിന് വേണം. എന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ അല്ലേ? നമുക്കറിയാം, നമ്മൾ പല പല ഉപകരണങ്ങളും വീടുകളിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലേ? ആ ഉപകരണത്തിന് അതിൻ്റെ ശേഷിയുണ്ട്, ഉപകരണത്തിന് പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ വീടുകളിൽ വൈദ്യുതിയും ഉണ്ട്, പക്ഷെ ഉപകരണം പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനെ പ്രവർത്തിപ്പിക്കുന്ന അതിൻ്റെ പിഞ്ചം എന്താണ്? സ്വിച്ച്. ആ സ്വിച്ചിനെ ഒന്ന് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു ഉദ്യമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അതുണ്ടായില്ലെങ്കിൽ എന്താണ്? ആ ഉപകരണം അവിടെ ഇരിക്കും, പിന്നെ എന്താണ്? വൈദ്യുതിയും അവിടെയുണ്ട്. അപ്പോൾ ഈ ശക്തിയൊക്കെ ഉണ്ടായിട്ടും അതിനെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്നുള്ളതായ ഒരു പ്രവണായുധം, അതിനായിട്ടുള്ളതൊരു ആഭിമുഖ്യം, ഒരു സംരംഭം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അപ്പോൾ എപ്പോഴും തൻ്റെ ഭക്തർക്ക് ഉണ്ടാകുന്ന ക്ലേശങ്ങളിൽ അസഹിഷ്ണുത പൂണ്ടിരിക്കുന്നവനാണ് ആ ദേവൻ. അതാണ് ഏറ്റവും പലരും പറയാറുണ്ട്, ആളുകളൊക്കെ പറയാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്, എന്താണ്? ഏറ്റുമാനൂരപ്പൻ സൗമ്യഭാവത്തിലല്ല ഇരിക്കുന്നത് എന്നൊക്കെ ആളുകൾ പറയും. വൈക്കത്തപ്പനെ പോലെയല്ല ഏറ്റുമാനൂരപ്പൻ. എങ്ങനെയാണ്? വലിയ രോഷശാലിയാണ്, രോഷമുള്ള
ദേവനാണ് എന്നൊക്കെ പറയാറുണ്ട്. ഈ രോഷം എന്തിനാണ്? നമ്മളെ നമ്മളെ നേരെയാക്കാൻ, നന്നാക്കാനുള്ള രോഷം മാത്രമേ അവിടെ ഉള്ളൂ. നമുക്കുള്ള ക്ലേശങ്ങളെ അതിനെന്ത് വേണം? നമ്മളൊന്ന് തിരിഞ്ഞ് ആ ദേവനെ ഒന്ന് നോക്കണം. അത് നോക്കുമ്പോൾ എന്ത് വേണം? ബോധ്യങ്ങളോട് കൂടിയിട്ട് വേണം. ഒത്തെങ്കിലൊക്കട്ടെ എന്നുള്ള മട്ടിലാകാൻ പാടില്ല. നമ്മുടെ എന്താണ് ആ മനസ്സിന്റെ ആ ഏകാഗ്രമായിട്ടതായ അചഞ്ചലമായ വിശ്വാസത്തോടു കൂടിയ ഒരു ശരണം പ്രാപിക്കൽ അവിടെ ആവശ്യമാണ്. ശരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരണം ഗൃഹരക്ഷിത്രോഹോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരണം എന്ന് പറഞ്ഞാൽ അഭയസ്ഥാനവുമാണ്, അതുപോലെ അഭയദാതാവുമാണ് ശരണം എന്ന് പറയുന്നത്. ശരണം നമ്മളെപ്പോഴും പറയുന്ന വാക്കാണ്. ശരണം അയ്യപ്പ നമ്മൾ പറയും. അതിന്റെ അർത്ഥം എന്താണ്? ശരണം ഗൃഹരക്ഷിത്രോഹോ എന്നാണ്. ഗൃഹം എന്ന് പറഞ്ഞാല് ആ സ്ഥാനം, അഭയസ്ഥാനം. രക്ഷിതൃ എന്ന് പറഞ്ഞാല് രക്ഷിതാവ്. ഇത് രണ്ടും അങ്ങാണ്. അഭയസ്ഥാനവും അഭയദാതാവും എന്ന അർത്ഥത്തിലാണ് ഈ പദം നമ്മൾ പ്രയോഗിക്കുന്നത്. ആ ഒരു ശരണ പ്രാപണം, അചഞ്ചല ചിത്തമായിട്ടതായ ശരണം പ്രാപിക്കൽ അവിടെ ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു ഭവദാവാനലൈക സ്വഭാവ, അത് പ്രവൃദ്ധമായിട്ടുള്ള കാട്ടുതീയിന്റെ സ്വഭാവത്തോട് കൂടിയവനായ അർദ്ധേന്ദുമൗലിഹി. അർദ്ധേന്ദുമൗലി, വീണ്ടും പദം വിശേഷണം എന്തിലേക്ക് വരുന്നു? തണുപ്പിലേക്ക് വരുന്നു അല്ലെ? ഇന്ദുമൗലി, ഇന്ദു ചന്ദ്രൻ. ചന്ദ്രൻ ശിരോഭൂഷണമായിരിക്കുന്ന ദേവൻ. ചന്ദ്രൻ എങ്ങനെയുള്ളതാണ്? സൂര്യനെ പോലെയല്ല ചന്ദ്രൻ. സൂര്യൻ ഉഗ്രകിരണനാണ്, മാർത്തണ്ഡദേവൻ അല്ലേ? ഉഷ്ണരശ്മിയാണ്, അത്യുഗ്രമായ രശ്മിയോടുകൂടിയാണ്. ചന്ദ്രനാണെങ്കിലോ നയനാസേചനകമാണ്, എല്ലാവർക്കും കണ്ണിനെ കുളിർപ്പിക്കുന്നതാണ് ചന്ദ്രന്റെ ദർശനം. ആ ചന്ദ്രനെയാണ്, ഇന്ദുകലയെയാണ് ഈ ദേവൻ ശിരസിൽ അണിയുന്നത്. അപ്പോഴെന്താണ്? അത് കുളിർപ്പിക്കുന്നതാണ്, കൺകുളിർപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള അർദ്ധേന്ദു മൗലിയായ ആ ഈശ്വരൻ മാം പായാത്, എന്നെ രക്ഷിക്കട്ടെ. അപ്പൊ ദേവനെ നമ്മൾ പല പല വിധത്തിൽ കാണുകയാണ്. അവിടെ ഏത് വിധത്തിൽ കണ്ടാലും ആ ദേവൻ എങ്ങനെയാണ്? ആ ദേവൻ നമ്മുടെ ദുരിതങ്ങളെ പ്രശമനം ചെയ്യുന്നതിന് വ്യഗ്രതയോ ആർന്ന് ഇരിക്കുന്നവനാണ് ആ ദേവൻ. ആ ദേവൻ നമ്മളെ രക്ഷിക്കട്ടെ. ഇതിനാണ് ദേവൻ ഇങ്ങനെ പല വിധത്തിൽ പറയുന്നത്. ഒറ്റ ദേവൻ തന്നെയാണല്ലേ. നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് ധർമ്മശാസ്താവിലേക്ക് എത്തി, അയ്യപ്പനിലേക്ക് എത്തി. എല്ലാം ഒരു ദേവനാണ്. അതാണ് സുപർണം വിപ്രാ കവയോ വജോഭിഹി ഏകം സന്തം ബഹുധാ കൽപ്പയന്തി ഛന്ദാംസി ച ദദതോ അധ്വരേഷു ഗ്രഹാൻ സോമസ്യ മിമതേ ദ്വാദശ എന്ന് പറയുന്നുണ്ട് വേദം. ഋഗ്വേദം പറയാണ് സുപർണം വിപ്രാ കവയോ വജോഭിഹി. കവികളായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളുകൾ നമ്മുടെ മുകളിൽ ഒരേപോലെ പതിക്കുന്ന സുപർണഹ, പല വിധത്തിൽ പതിക്കുന്നതായ ആ ദേവനെ കവികൾ പല പല പേരുകളിൽ പറയുന്നു. എന്താണ്? ഏകം സന്തം ബഹുധാ കൽപ്പയന്തി, ഒരൊറ്റ സത്തിനെ ആളുകൾ പല വിധത്തിൽ പറയുന്നു. തന്നെയുമല്ല ഛന്ദാംസി ച ദദതേ അധ്വരേഷു ഗ്രഹാൻ സോമസ്യ വിമതേ ദ്വാദശ. ആ ദേവനൊക്കെ ഒന്ന് തന്നെയാണെന്നും കൂടെ അവിടെ പറഞ്ഞു തരികയാണ്. നമ്മൾ പല പല ഛന്ദസ്സുകളിൽ ദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് ഗായത്രി, ഉഷ്ണക്ക്, അനുഷ്ടുപ്പ്, തൃഷ്ടുപ്പ്, പല പല ഛന്ദസ്സുകളിലൂടെ ദേവന്മാരെ പ്രകീർത്തിക്കുന്നുണ്ട്. ഛന്ദസ്സുകൾ വിഭിന്നങ്ങളായാലും എല്ലാറ്റിലും ദേവസ്തുതിയായിരിക്കുന്നത് പോലെ ആ സ്തുതി ഏത് ദേവനെ സംബന്ധിച്ചതാണോ ആ ദേവന്മാരെല്ലാം ഒന്ന് തന്നെയാണ്. അതുപോലെ സോമം, നിങ്ങൾ സോമലതയെ പല പല ദേവന്മാർക്കായി നിങ്ങൾ പല പല പാത്രങ്ങളിൽ സോമം നിങ്ങൾ വെക്കാറുണ്ട്. എല്ലാ പാത്രത്തിലുമുള്ള സോമം ഒന്നായിരിക്കുന്നത് പോലെ അത് സ്വീകരിക്കുന്ന ദേവന്മാരും ഒന്നാണ് എന്നും വേദങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. അതാണ് നിങ്ങൾ പല പല പേരുകൾ പറയുന്നു. ഏതൊക്കെ പേര് പറയുന്നു? വേദമാ പറഞ്ഞു തരുന്നത്. ഇന്ദ്രം മിത്രം വരുണമഗ്നിമാഹുഹു അധോ ദിവ്യ സുപർണോ ഗരുത്മാൻ ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി അഗ്നിം യമം മാതരിശ്വാനമാഹുഹു. സുപർണം, സുപർണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗരുഡനെയാണ് അവിടെ പറയുന്നത്, പറയാറ്. പക്ഷെ ഗരുഡൻ എന്താണ്? വിഷ്ണുവിന്റെ വാഹനമാണ് നമ്മൾ പറയാറുണ്ട്. എന്താണ് സുപർണ? ശോഭനമായ പതനത്തോട് കൂടിയവൻ. പർണം എന്നുള്ളതിന് പത്രം, ചിറക് എന്നൊക്കെ അർത്ഥമുണ്ട്. നാനാരൂപങ്ങളിൽ നമ്മളിൽ വന്ന് പതിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം.
അവിടെ നമ്മൾ പ്രതീകാത്മകമായിട്ടാണ് പറയുന്നത്. അതിന്റെ മുകളിലാണ് വിഷ്ണു ഭഗവാൻ വരുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞാലും ശിവൻ എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. അതാണ് ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി. ഒരൊറ്റ സത്തിനെ വിപ്രന്മാർ പലതായി പറയുന്നു. എന്തൊക്കെ പറയുന്നു? ചിലപ്പോ പറയുന്നു അഗ്നിയായിട്ട് പറയുന്നു. അഗ്നിമേളെ പുരോഹിതം, എങ്ങനെ ഋഗ്വേദം ആരംഭിക്കുന്നു അല്ലേ? അഗ്നി, അപ്പൊ അഗ്നിയാണെന്ന് പറയുന്നു. ചിലർ പറയുന്നു യമനാണ്, യമധർമ്മനാണ്, ധർമ്മദേവനാണ് എന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്നു മാതരിശ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? വായു. മാതരിശ്വ സദാഗതിഹി, വായുവാണ് മാതരിശ്വാവായിട്ട് പറഞ്ഞു. ഇങ്ങനെ പല പല രൂപത്തിൽ നമ്മൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു ദേവനാണ്. അത് തന്നെയാണ് നമ്മൾ. അതാണ് സ്വമ്മിൽ നിന്ന് സ്വത്വേന അഭിജ്ഞായ. ആ ദേവനെ സ്വം ആയി എന്ത് ചെയ്യേണ്ടതുണ്ട്? അഭിജ്ഞാനം ചെയ്യേണ്ടത്, തിരിച്ചറിയുക. അഭിജ്ഞാനം എന്ന് പറഞ്ഞാൽ തിരിച്ചറിയലാണ്. അഭിജ്ഞാന ശാകുന്തളം അല്ലേ? ശകുന്തളയെ തിരിച്ചറിയുക, അതാണ് അവിടെ നടക്കുന്നത്. ആ നാടകത്തിന്റെ അന്തം അതാണല്ലോ, ശകുന്തളയാണിത് എന്നുള്ളത് തിരിച്ചറിയലാണ് അവിടെ. അപ്പൊ അഭിജ്ഞാനം തിരിച്ചറിവാണ്. സ്വത്വേന അഭിജ്ഞായ. അപ്പൊ ഈ ദേവനെ സ്വത്വം എന്ന നിലയ്ക്ക് സ്വം ആണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇപ്രകാരമാണ്. പിന്നെ അത് അഭിന്നമാണ്. ആ ദേവൻ ഏതൊക്കെ രൂപം ഉണ്ടായിക്കോട്ടെ, എത്രയെത്ര ഉഗ്രതയുണ്ടായിക്കൊള്ളട്ടെ, നമ്മളിൽ നന്മയുണ്ടെങ്കിൽ എന്താണ്? നമുക്കത് ഭയപ്പെടേണ്ടതല്ല അല്ലേ? അച്ഛൻ്റെ കയ്യില് വടിയിരിക്കുന്ന കണ്ടു, അച്ഛൻ ആ വടി കൊണ്ടാണ് വരുന്നത് അല്ലേ? നല്ല കുട്ടികൾക്ക് വല്ല പേടിയുണ്ടോ? ഒരു പേടിയില്ല. ആർക്കാ പേടിയുള്ളത്? അച്ഛൻ്റെ കയ്യിൽ വടിയുണ്ട് കേട്ടോ. അത് പേടിയുള്ളത് ആർക്കാണ്? കുറുമ്പ് കാണിച്ചവർക്കാണ് അതിൽ പേടിയുള്ളത്. അതുപോലെ തന്നെയാണ് നമുക്ക്. എത്ര ഉഗ്രരൂപിയുമായിക്കൊള്ളട്ടെ, ഇതൊന്നും നമുക്കല്ല. നമ്മുടെ പട്ടാളക്കാരുടെ കാര്യം പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ എത്ര ശക്തിയുള്ള ആയുധവും ഉണ്ടായിക്കൊള്ളട്ടെ, നമ്മുടെ രക്ഷയ്ക്കുള്ളതാണ് എന്ന് തിരിച്ചറിയുക. അപ്പൊ ഇതാണ് ഇതിൽ ആദ്യത്തെ ശ്ലോകം നമ്മൾ വ്യാഖ്യാനിക്കാൻ പോകുന്നത്. സ്വത്വേന ആജ്ഞായ ദേവം യമിഹ സകല വേദാഗമൈകാന്തനിഷ്ഠം നിത്യം ദിക്കാലവസ്ത്വച്ഛിതി കൃതി വിഷയീഭൂതധാമൈതി കശ്ചിത് പായാൻ മാം ശ്രേറ്റുമാനൂരഭിത നിലയവാസി ഈശ്വരോ അർദ്ധേന്ദുമൗലി കാരുണ്യാഘൂർണമാനംബക ഉരുഭവദാവാനലൈക സ്വഭാവ. ഇനി നമുക്ക് അടുത്ത് അമ്പലപ്പുഴയിലെ ദേവനെയാണ് നമ്മൾ ഇനി. അമ്പലപ്പുഴയിൽ ആരാണ്? പാർത്ഥസാരഥിയാണല്ലേ, നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ആ പാർത്ഥസാരഥിയെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ത്രയ്യന്തഗ്രന്ഥ ദുഗ്ധോദധി മദന സമുദ്ഭൂത പൂതാമൃതോദ ഗീതായദ്വക്ത്രചന്ദ്ര പ്രതിനിധി നിഹിതാഭൂത് അനൽപാർത്ഥഗർഭ പായാദായാസദോസ്മത് ഹൃദയരുഗ അഗതങ്കാരയേഷു അന്വഹം നഃ സ്വാമി ശ്രീകൃഷ്ണ ആദ്യോംബരനദ നിലയാധിഷ്ഠിത സ്വപ്രകാശഃ ത്രയ്യന്തഗ്രന്ഥ ദുഗ്ധോദധി മദന സമുദ്ഭൂത പൂതാമൃതോദ ഗീത യദ്വക്ത്ര ചന്ദ്ര പ്രതിനിഹിത അഭൂത് അനൽപാർത്ഥഗർഭ പായാത് ആയാസദഃ അസ്മദ്ഹൃദയ രുഗ് അഗതങ്കാരഃ ഏഷഃ അന്വഹം നഃ സ്വാമി ശ്രീകൃഷ്ണഃ ആദ്യഃ അംബരനദ നിലയാധിഷ്ഠിതഃ സ്വപ്രകാശഃ എന്ന് ഇതിന്റെ സന്ധിച്ഛേദം. ഇതില് അനത്പാർത്ഥഗർഭ എന്നാണ് ഇതിൽ പ്രിന്റ് ചെയ്ത് കാണുന്നത്. അങ്ങനെ ഒരു അർത്ഥം അവിടെ ചേരാത്തത് കൊണ്ട് അനൽപാർത്ഥഗർഭ എന്ന അതേ അവിടെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ പലയിടത്തും ത എന്നതും ല എന്നതും മാറി മാറി പറയാറുണ്ട് അല്ലേ? നമ്മൾ പലപ്പോഴും ത സ്യാദ് എന്ന് പറഞ്ഞാൽ സ്യാൽ എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ല പലതും ത ആണ് എന്ന തിരിച്ചറിവിൽ അത് ടൈപ്പ് ചെയ്ത ആള് അതിനെ ത എന്ന് അടിച്ചതായിരിക്കും. അപ്പൊ നമ്മൾ വാൽമീകി എന്നുള്ളത് ല തന്നെയാണ്. വൽമീകത്തിൽ നിന്ന് വന്ന ആളെന്ന അർത്ഥത്തിൽ വാൽമീകിയും. അത് ചിലർ എന്ന് പറയും വാത്തുമീകി എന്ന് ചിലർ പറയാറുണ്ട്. അതായത് ല
പലതും ത ആണ് എന്നുള്ള തിരിച്ചറിവാണുള്ളത്. പക്ഷെ പറഞ്ഞു പറഞ്ഞാൽ അത് എവിടേക്ക് വരുന്നു? പെട്ടെന്ന് വാൽമീകിയിലേക്ക്. വാൽമീകിയിൽ ലെന്ന് തന്നെയാണത്, എന്തല്ല ത എന്ന് അല്ല. അപ്പൊ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസ്കൃതത്തിലെ ല എന്ന് വരുന്നത് ഒരിക്കലും മലയാളത്തില് ത മാന്ന് എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ആത്മാ അത് ത തന്നെയാണ്, ആത്മാവാണ്. ത മാ എന്ന് തന്നെയാണ് അവിടെ എഴുതേണ്ടത്. പക്ഷെ വാൽമീകി എന്ന് എഴുതുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ത എന്ന് കൂട്ടി എഴുതാൻ പറ്റില്ല. നമുക്ക് പറയുന്ന ഒരു തെറ്റിദ്ധാരണ എന്താന്ന് വെച്ചാല്, സംസ്കൃതത്തിലെ ചില്ലുകളില്ല, മലയാളത്തിലെ ചില്ലുകൾ എൻ എന്നുള്ളത്, എൽ എൾ, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് സംസ്കൃതത്തിലുള്ള എന്താണ് ലാ ആയി ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. മലയാളത്തിൽ ആ ഒരു ചില്ല് വേറെ തന്നെയാണത്. എൻ എൽ, അവൾ എന്നുള്ളത്, അവൾ എന്നുള്ളത് എഴുതുമ്പോ എങ്ങനെയല്ല, നമ്മൾ ലാ എഴുതിയിട്ട് മുകളിൽ സ്വരസംവരണം ഇട്ടാ പോരാ, ചന്ദ്രക്കല ഇട്ടാ പോരാ, അവൾ എന്നല്ല, അത് എಳ್ന്ന് തന്നെ എഴുതണം, അവൾ എന്ന് തന്നെ എഴുതണം. അതുപോലെ അവൻ എഴുന്നിടത്ത് നാ ഇട്ടിട്ട് മുകളില് ചന്ദ്രക്കല ഇട്ടാൽ പോരാ, അവൻ എന്ന് തന്നെ എഴുതും. അപ്പം ദ്രാവിഡത്തില് ഇതുണ്ട്, എൻ എൽ എൽ എർ, ഇത് നമുക്ക് ഉണ്ട്, അത് അങ്ങനെ തന്നെ എഴുതണം. അതിൽ നിന്ന് വ്യത്യസ്തമായി നാം പോകുന്നിടത്താണ് ഈ തെറ്റ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതുകൊണ്ട് അനൽപ്പം എന്നുള്ളത് അനപ്പ എന്നല്ല, അനൽപ എന്ന് തന്നെയാണ് എന്ന്. അപ്പോ ഇവിടെ എന്താണ് പറയുന്നത്, അവിടെ ഏഷഹ സ്വാമി ശ്രീകൃഷ്ണ, ആ സ്വാമി ശ്രീകൃഷ്ണ സ്വാമി, അന്വഹം, അന്വഹം എന്ന് പറയുന്നത് എന്താണ്, അഹനി അഹനി, എല്ലാ പകലിലും എല്ലാ ദിവസവും എന്നർത്ഥം. അനുദിനം, അനുദിനം നഹ പായാത്, നമ്മളെ പായാത്, പായാത് പാലനം ചെയ്യട്ടെ. എവിടുന്നാണ് പാലനം ചെയ്യേണ്ടത്? ആയാസത, ആയാസത്തിൽ നിന്ന്, ആയാസത, അവിടെ തഹ ത എന്നുള്ള തസിൽ എന്താണ്, പഞ്ചമിയുടെ അർത്ഥത്തിലാണ് ഈ തസിൽ പ്രത്യയം വരിക. അപ്പോ ആയാസത, ആയാസത്തിൽ നിന്ന്, ആയാസം എന്ന് പറഞ്ഞാൽ പ്രയാസം, ക്ലേശം, ക്ലേശത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കട്ടെ, ക്ലേശത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, രക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥം, നമുക്ക് ഭയാവഹമായിട്ട് അതിൽ നിന്ന് രക്ഷിക്കുമ്പോഴാണ് അങ്ങനെ പറയുക, രക്ഷിക്കുക അല്ലേ. അപ്പൊ സംസ്കൃതത്തിലും ഹിന്ദിയിലൊക്കെ അത് പഞ്ചമിയിലാണ് പ്രയോഗിക്കുക. ഹിന്ദിയിലും അങ്ങനെ തന്നെയാണ്, ചോർ സെ ഡർത്താ ഹേ അല്ലേ, പാനി സെ പാൽന, രക്ഷണം കർണ എന്നൊക്കെ അർത്ഥം. അപ്പൊ എപ്പോഴാണ് അതിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴാണ്, അത് നമുക്ക് ഭയാവഹമായ രീതിയിൽ വരുമ്പോഴാണ് രക്ഷണത്തിന് പ്രസക്തിയുള്ളത് അല്ലേ. വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ആ വെള്ളം നമുക്ക് അപകടകരമായ അവസ്ഥയിൽ വരുമ്പോഴാണ് വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറയുക അല്ലേ. നമ്മുടെയൊക്കെ പേരക്കുട്ടികൾ, ചെറിയ കുട്ടികൾ എങ്ങനെയാണ്, വെള്ളം കണ്ട അത് മറിച്ചിടും, എന്നിട്ട് കൈ കൊണ്ട്, ആ കുഞ്ഞി കൈ കൊണ്ട് പോയിട്ട് അതിലിട്ട് അടിച്ച് കളിക്കും ആ വെള്ളത്തിൽ. ഏറ്റവും വലിയ ഇഷ്ടമാണ് കുട്ടികൾക്ക്, വെള്ളം കണ്ട അതിനകത്ത് കയറിയിരിക്കുക, അതിൽ അടിച്ച് കളിക്കുക, വലിയ ഇഷ്ടമാണ് കുട്ടികൾക്ക്. അപ്പൊ കുട്ടി എന്താണ്, ഒരു മഗ് വെള്ളം നിലത്ത് ഒഴിച്ചു, അതില് എന്ത് ചെയ്യാണ്, അതിലിട്ട് കൈയിട്ട് കളിക്കുകയാണ്. അപ്പൊ അതിന് കുട്ടീനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ കുട്ടീനെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചു എന്നാരും പറയൂ? ഇല്ല. കാരണം എന്താണ്, അത് അവിടെ എന്തല്ല, അത് അവിടെ അപകടകരമായിട്ടുള്ള അവസ്ഥയല്ല. അതാകുമ്പോ അപകടകരമായി തീരുമ്പോൾ അതിൽ നിന്ന് എടുത്തു മാറ്റിയാൽ രക്ഷിച്ചു എന്ന് പറയും അല്ലേ. ഇപ്പൊ എന്തുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, കുളിമുറിയുടെ ഡോറ് കുട്ടിക്ക് തുറക്കാൻ പാകത്തിന് ആരും തുറന്നിടരുത്. ചെറിയ കുട്ടി ഉണ്ടെന്ന് വെച്ചാല് അതിനകത്ത് വെള്ളം ഉണ്ടാവും, ബക്കറ്റ് ഉണ്ടാവും. അതുപോലെ വീട്ടിൽ ഒരിടത്തും എന്ത് ചെയ്യരുത്, കുട്ടികൾക്ക് കിട്ടാൻ പാകത്തിന് ഇങ്ങനെയുള്ള വെള്ളമൊന്നും വെക്കരുത്, ബക്കറ്റ് ഒന്നും വെച്ചിരിക്കുന്നത്. കുട്ടികൾ എപ്പോഴും അതിനകത്ത് പോകും. അപ്പോൾ അവിടെയൊക്കെ അവരുടെ രക്ഷണത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രിക്കോഷണറി സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും എടുക്കണം. തന്നെയല്ല, വെക്കേഷൻ കാലമൊക്കെ ആകുമ്പോൾ കുട്ടികൾ ഈ പറഞ്ഞതുപോലെ വെള്ളത്തിൽ ചാടി മറിയും. എന്ത് ചെയ്യാൻ പാടില്ല, അവിജ്ഞാതേ ജലാശയേ, അവിജ്ഞാതമായ ജലാശയത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, സ്നാനം ചെയ്യാൻ പാടില്ല. സംസ്കൃതത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം, അവിജ്ഞാതമായ ജലാശയത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പരിചയമുള്ളതാണല്ലോ നമ്മുടെ വീടിന്റെ മുമ്പിൽ കൂടെ ഒഴുകണ നദി, നമുക്ക് തോന്നും, അതിൽ നമ്മൾ സാധാരണ കുളിക്കാറുണ്ട്. പക്ഷേ സംസ്കൃതത്തിൽ പറയുമ്പോൾ അതിന് ഒരർത്ഥവും കൂടിയുണ്ട്. അവിജ്ഞാതേ ജലാശയം എന്ന് പറയുമ്പോൾ അറിഞ്ഞുകൂടാത്ത ജലാശയത്തിൽ കുളിക്കരുത് എന്ന് മാത്രമല്ല, ജലാശയെ അവിജ്ഞാതേ സതി, ജലാശയത്തെ ശരിയായി മനസ്സിലാക്കാതെ അതിൽ കുളിക്കരുത് എന്നും കൂടെ അർത്ഥമുണ്ട്. നമ്മുടെ
വീടിന്റെ മുന്നിലൂടെ ഒഴുകുന്ന ജലാശയമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നദിയാണെങ്കിൽ പോലും, ആ സമയത്തെ അവസ്ഥ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ അതിൽ എന്തുണ്ടാകും, അപകടകരങ്ങളായിട്ടുള്ള ജീവികൾ ചിലപ്പോൾ അതിനകത്ത് വന്നുകൂടിയിട്ടുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും തടിയോ മറ്റോ ഒഴുകി വരുന്നുണ്ടാകും. ചിലപ്പോൾ ചെടി വന്ന് അടിഞ്ഞിട്ടുണ്ടാവും. പല പല കുഴപ്പങ്ങളുണ്ടാവും. ചിലപ്പോൾ വല്ലാതെ അണ്ടർ കറണ്ട് ഉണ്ടാവും, ചിലപ്പോൾ വല്ലാതെ തണുപ്പുണ്ടാവും. ചില സമയത്ത് ചാടിയ ഉടനെ തന്നെ കയ്യും കാലും കോച്ചിയിട്ട് പോലെ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ സമയത്തും ജലാശയത്തിൽ സ്നാനം ചെയ്യുമ്പോൾ ജലാശയത്തിന്റെ ആ അവസ്ഥ അറിയണം. ഞാനത് പ്രത്യേകം പറയാൻ കാരണം, വെക്കേഷനാണ് പലയിടത്തും, പിന്നെ വിദേശത്ത് പലയിടത്തും വെക്കേഷനാണ്. കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, ഈ സ്നാനം പലപ്പോഴും കേൾക്കുന്ന ഒരു അപകടമാണ്. എന്താണ്, കുട്ടികൾ കുളിക്കാനിറങ്ങി അപകടത്തിൽപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാറുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ഈ സന്ദർഭത്തിന് യോജിച്ചതല്ലെങ്കിൽ പോലും ഞാനത് പറയാൻ കാരണം, എൻ്റെ വല്ലാത്തൊരു വ്യഗ്രത ഇതിൽ ഉള്ളത് കൊണ്ടാണ്. മനസ്സിൻ്റെ കുട്ടികൾ എത്രയോ അപകടങ്ങളിൽ പോകുന്നത്. എപ്പോഴും നമ്മുടെ ശ്രദ്ധയ്ക്ക് പകരമായി മറ്റ് യാതൊന്നുമില്ല കുട്ടികളുടെ കാര്യത്തിൽ. ഇരിക്കട്ടെ. അപ്പൊ പായാത് എന്ന് പറഞ്ഞാൽ എന്താണ്, രക്ഷിക്കട്ടെ എന്നാണ് അർത്ഥം. എവിടെ നിന്ന് നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ്, ആയാസതഃ, നമുക്ക് ഉണ്ടാകുന്നതായ ആയാസങ്ങളിൽ നിന്ന്, ക്ലേശങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കട്ടെ. അന്വഹം, എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ പകല് മാത്രമല്ല, അതിന്റെ അർത്ഥം എന്താണ്, രാത്രിയും കൂടി എന്നാണ് അർത്ഥം, അല്ലേ? കാലമൊക്കെ എപ്പോഴും അങ്ങനെയാണ്. കാലത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്, അതിന്റെ ഒരു ഘടകം പറഞ്ഞാൽ മറ്റെല്ലാ ഘടകങ്ങളെയും നമ്മൾ ഗ്രഹിക്കണം. അതാണ് അതിന്റെ അർത്ഥം. കാരണം അതില്ലാതെ, അതിന്റെ പൂരണമാണ് മറ്റൊന്ന്. നല്ലൊരു വേനൽ, അതിന്റെ പൂരണമാണ് എന്ത്, വർഷമുണ്ടാകണം. വർഷമുണ്ടെങ്കിലേ എന്തുണ്ടാകുന്നുള്ളൂ, വേനലുണ്ടാകുന്നുള്ളൂ. അഥവാ വേനലുണ്ടെങ്കിലേ വർഷവും ഉള്ളൂ. നല്ല വേനൽ, നല്ല ചൂടുള്ള ദിവസം നമ്മൾ പറയും ഇന്ന് നല്ല മഴയുണ്ടാകും എന്ന് പറയും. കാരണം എന്താണ്, ആ ദിവസം നന്നായിട്ട് കൂടുതൽ എന്താണ്, നീരാവി മുകളിലേക്ക് പോകും, ക്ലൗഡ് ഉണ്ടാകും, അത് മഴയായിട്ട് പെയ്യും. അപ്പൊ നമ്മൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ, വർഷം എന്നുള്ളത് ഒരു ഋതുവാണ്. വസന്തം, ഗ്രീഷ്മം, ശിശിരം, ഹേമന്തം, ഇതൊക്കെ ഇല്ലേ? ഒരു വർഷം കഴിഞ്ഞിട്ട് വരൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, വർഷക്കാലം കഴിഞ്ഞു, ആ ശിശിരമായി, എന്നാ പോയേക്കാം എന്ന് വിചാരിക്കാറില്ല. ഒരു വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹേമന്തത്തിലാണോ തുടങ്ങിയതെങ്കിൽ ഹേമന്തവും ശിശിരവും, പിന്നെ എന്താണ് അവിടെ ഗ്രീഷ്മവും എല്ലാം കഴിഞ്ഞ് ഒരു ഋതുചക്രം പൂർത്തിയാകുമ്പോഴാണ് നമുക്കൊരു വർഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ശരത്ത് എന്ന് പറഞ്ഞാൽ, ഹേമന്തം എന്ന് പറഞ്ഞാലും, അല്ലെ? ശതം ജീവ ശരദോ വർദ്ധമാനഃ, ശതം ഹേമന്താൻ ശതമു വസന്താൻ. ശതം ഹേമന്തങ്ങളും വസന്തങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം, ഓരോ കൊല്ലവും എന്നാണ് അതിന്റെ അർത്ഥം. സജീവ ശരദ ശതം. കുട്ടികളെ പേരിടുമ്പോൾ നമ്മൾ എന്താണ്, കുട്ടിയെ മടിയിൽ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലെ? കുട്ടിയെ മടിയിൽ വെച്ചിട്ട്, ഇന്ന് നമ്മൾ 28-നാണ് ചെയ്യുന്നത്. കുട്ടിയെ മടിയിൽ വെച്ചിട്ട് എന്താണ് നമ്മൾ പറയുന്നത്, അംഗാദംഗാദ് സംഭവസി ഹൃദയാദഭിജായസേ ആത്മാവൈ പുത്രനാമാസി സജീവ ശരദ ശതം. നീ 100 ശരത്തുകൾ ജീവിക്കൂ മകനെ എന്നാണ് പറയുന്നത്. അപ്പൊ 100 വേനൽക്കാലത്ത് മാത്രം ജീവിച്ചു അല്ല. അപ്പൊ ശരത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് എന്താണ്, ശരത്തും ഹേമന്തവും ശിശിരവും എല്ലാം അങ്ങനെയാണ്. അപ്പോ എപ്പോഴും കാലം അങ്ങനെയാണ്. കാലത്തിന്റെ കാര്യത്തിൽ ഒന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസം കഴിഞ്ഞിട്ട് വരൂ. ദിവസം എന്ന് പറഞ്ഞാൽ ഡേ, അല്ലെ? ഡേയും നൈറ്റും ഉണ്ട്. അപ്പൊ ഒരു ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ എന്താണ്, പകൽ സമയം കഴിഞ്ഞ് രാത്രിയായി, ഇനി പോയേക്കാം വിചാരിക്കാൻ പറ്റില്ല. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്, ദിനരാത്രങ്ങളാണ്. ഒരു ദിവസവും രാത്രിയും കൂടുമ്പോഴാണ് ഒരു ദിവസം പൂർണ്ണമാകുന്നത്. അതെന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാരെ കാളിദാസൻ എന്തിനോട് ഉപമിച്ചിട്ടുള്ളത്, ദിനരാത്രങ്ങളോട് ഉപമിച്ചിട്ടുള്ളത്. എന്നിട്ട് കാളിദാസൻ വളരെ മനോഹരമായ ഒരു ഉപമ എന്നിട്ട് അദ്ദേഹം രഘുവംശ മഹാകാവ്യത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ദിനക്ഷപാ മധ്യഗതേവ സന്ധ്യ. രാജാവും ദിലീപ മഹാരാജാവ്, അദ്ദേഹത്തിന്റെ പത്നിയായ സുദക്ഷിണ, അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്, ദിലീപൻ ധേനുവിനെ മുമ്പിൽ നടത്തിക്കൊണ്ടുവരികയാണ്, പശുവിന്റെ പിന്നാലെ വരികയാണ്, സുദക്ഷിണ മുന്നിൽ വന്ന് സ്വീകരിക്കുകയാണ്. അപ്പൊ രാജാവിന്റെയും രാജ്ഞിയുടെയും മധ്യത്തിൽ ആ ധേനു പ്രശോഭിച്ചു. അതിനെ കാളിദാസൻ പറഞ്ഞ എന്താണ്, ദിനക്ഷപാ മധ്യഗതേവ സന്ധ്യ തദന്തരേ സാവിരരാജധേനുർ ദിനക്ഷപാ മധ്യഗതേവ സന്ധ്യ. അവരുടെ മധ്യത്തിൽ ആ ധേനു രാത്രിയുടെയും പകലിന്റെയും മധ്യത്തിൽ സന്ധ്യ എന്നതുപോലെ ശോഭിച്ചു. ആ ഒരൊറ്റ ഉപമ വ്യാഖ്യാനിക്കണമെങ്കിൽ ഒരു ദിവസം വേണം. അത്രയും വലുതാണ് കാളിദാസന്റെ ആ ഒരു ഉപമ. എന്തുകൊണ്ടാണ്
അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പൊ ഒന്നിന്റെ പൂർത്തീകരണമാണ് മറ്റൊന്ന്. ഇതുപോലെയാണ് മനുഷ്യരും എന്നാണ് ശരിക്ക് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഒരു പുരുഷൻ പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? പത്നി സമേതനാകുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മളെ ഒരു ചടങ്ങിനെ ആരെങ്കിലും വിളിച്ചു, എന്താണ്, നമ്മൾ മാത്രം അടിച്ചെന്നാൽ അദ്ദേഹം അത്രയ്ക്ക് പരിഗണിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഗോപി സാറ് വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതില്. എന്നെ വിളിച്ച് ഗോപി സാറ് പോകുന്നത് പത്നി സമേതനായിട്ടാണെങ്കിലോ ആ ഗൃഹസ്ഥൻ അവിടുന്ന് ഇറങ്ങി ഓടി വരും. ഗോപി സാറ് രണ്ടാളുള്ള നന്നായി. എന്താ കാരണം? അവിടെയാണ് പൂർണ്ണത. പുരുഷൻ എപ്പോഴും എന്താണ്? പൂർണ്ണനായിരിക്കണം. അതാണ് യജ്ഞങ്ങളും അനുഷ്ഠിക്കുമ്പോൾ പത്നി സമേതനായിട്ടാണ് അനുഷ്ഠിക്കേണ്ടതാണ്. വേദം പറയാണ് ചതുഷ്കപർദായുവതി സുപേശ എന്ന് പറഞ്ഞൊരു മന്ത്രം പറയുന്നുണ്ട്. അവിടെ എങ്ങനെയാണ്? പത്നി സമേതനായ യജമാനന്റെ ആ ഹവിസ്സുകൾ ദേവന്മാർ എന്താണ്? സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നതാണ് പത്നി സമേതനാകുമ്പോൾ. അവിടെയാണ് പൂർണ്ണത. അവിടെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? കുടുംബസമേതം, കുടുംബത്തോട് സമം ഇതനാവുക, കുടുംബത്തോടൊപ്പം പൂർണ്ണതയാണ് അവിടെയെല്ലാം അർത്ഥമാക്കുന്നത്. ഇരിക്കട്ടെ. അപ്പോ ഈ വിധത്തിലാണ് ഇത്. ഈ പദങ്ങളെ പറയുമ്പോ എന്താണ്? പദങ്ങൾക്കൊക്കെ എന്താണ്? വലിയ അർത്ഥവ്യാപ്തി സംസ്കൃതത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്വഹം എന്ന് പറയേണ്ട വന്നപ്പോ എല്ലാ പകലും എന്നാണോ അർത്ഥം എന്ന് നമുക്ക് തോന്നാതിരിക്കാനാണ് എന്താണ് അഹൻ എന്ന് പറഞ്ഞാൽ എന്തുകൂടിയാണ്? രാത്രിയും കൂടെ കൂടുമ്പോഴേ എന്താകുന്നുള്ളൂ? ഒരു ദിവസം ആകുന്നുള്ളൂ. എന്നാ പിന്നെ രാത്രി എന്ന് പറഞ്ഞാൽ പോരെ? എന്ന് പറഞ്ഞാലും മതി. ഒരു ദിവസം എന്നുള്ളതിന് ഒരു രാത്രി എന്ന് പറഞ്ഞാൽ പോരെ? എങ്ങനെ പറഞ്ഞാലും മതി. അത് നമുക്ക് ആരും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നേ. നമ്മൾ എന്തിനാ അങ്ങനെ പേടിക്കുന്നത്? ഭാസൻ 5 ദിവസത്തെ കഥ പറഞ്ഞപ്പോ പഞ്ചദിനം എന്നല്ല പറഞ്ഞത്, പഞ്ചരാത്രം എന്നാണ് പറഞ്ഞത്. അപ്പോ എന്താണ്? അത് മതിയില്ലേ? അതും മതി. അപ്പൊ അങ്ങനെയാണ് ഈ സംസ്കൃതത്തിലെ പദങ്ങളെ. ശരിക്കും ഈ പദങ്ങളെ ഉപേക്ഷിച്ചാൽ തന്നെ നമ്മൾ എന്തിലേക്ക് വരും? നമ്മള് നല്ല ഒരു ആസ്തിക ബുദ്ധിയിലേക്ക് വരും, ആസ്തിക്യ ബുദ്ധിയിലേക്ക് വരും. പദങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഉപ എന്ന് പറഞ്ഞാൽ അർത്ഥം അടുത്ത്, ഈക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നോക്കുക. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത് നോക്കുക, പദങ്ങളെ അടുത്ത് നോക്കുക. എ ക്ലോസ് ഒബ്സർവേഷൻ ഈസ് ഇനെവിറ്റബിൾ ടു ഡിറ്റർമിൻ ദ ആക്ച്വൽ മീനിങ് ഓഫ് വേർഡ്സ്. പദങ്ങളുടെ ശരിക്കുള്ള അർത്ഥം കിട്ടണമെങ്കിൽ അവയെ നമ്മൾ അടുത്ത് നോക്കണം. അതും വിശകലനം ചെയ്തിട്ട് നോക്കണം. വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ശകലമൊക്കെ കഷ്ണമാക്കി നോക്കുക. ഇതിലെന്താണ് അതിന്റെ ധാതു, എന്താണ് പ്രത്യയം, എന്താണ് അതിന്റെ പ്രിഫിക്സ്, ഉപസർഗം, ഇതൊക്കെ നോക്കുമ്പോഴേ എന്താകുള്ളൂ? ഒരു അർത്ഥത്തെ, ഒരു പദത്തിന്റെ അർത്ഥം നമുക്ക് നിശ്ചയിക്കാൻ കഴിയുകയുള്ളൂ. ഇരിക്കട്ടെ. അപ്പൊ അന്വഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഹോരാത്രം എന്നിപ്പോ അതിന് അർത്ഥമായി. അഹന്ന് മാത്രം പറഞ്ഞിട്ട് എന്താ അർത്ഥത്തിലേക്ക് വന്ന് നമ്മള്? അഹോരാത്രം എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സജീവ ശരദശതം, മകനെ അഥവാ മകളെ നീ 100 വർഷം ജീവിക്കൂ എന്ന് കുട്ടിയുടെ കാതിൽ പറയുമ്പോൾ എന്താ പറയുന്നത്? അംഗാദ് സംഭവസി, എന്റെ ഓരോ അംഗത്തിൽ നിന്നുമാണ് കുഞ്ഞെ നീ ഉണ്ടായിരിക്കുന്നത്. ഓരോ അംഗത്തിൽ നിന്നും ആണ് കുഞ്ഞ് ഉണ്ടാവുന്നത്. ഹൃദയാദ് അഭിജായസേ, ഹൃദയത്തിൽ നിന്നാണ് നീ അഭിജാതനായിരിക്കുന്നത്. അഭിജാതൻ, ആഭിജാത്യം. ആഭിജാത്യത്തിന്റെ അർത്ഥം കൂടെ നമ്മൾ അവിടെ പറയുന്നുണ്ട്. എന്താണ് അഭിജാതൻ? അഭിജാതൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാരുടെ ഉത്കടമായ അഭിനിവേശം കൊണ്ട് ഉണ്ടാകുന്ന സന്തതി. അതിനെയാണ് അഭിജാതൻ എന്ന് പറയുക. അതാണ് ആഭിജാത്യം എന്ന് പറയുന്നത്. അല്ലാതെ ആഭിജാത്യം എന്തല്ല? വലിയ തറവാട്ടിൽ പോയി ജനിക്കുന്നതല്ല, വലിയ കുലങ്ങളിൽ സമ്പന്ന കുടുംബത്തിൽ ജനിക്കുന്നതല്ല ആഭിജാത്യം എന്ന് പറയുന്നത്. പലരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ആഭിജാത്യമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ രാജകുലത്തിൽ ജനിച്ചാലാണ് പ്രതികൂല. അതൊന്നല്ല ആഭിജാത്യം. എന്താണ്? മാതാപിതാക്കൾ ഒരു സന്തതി ഉണ്ടാകണം എന്നുള്ള അഭിനിവേശത്തോടെ മാതാപിതാക്കന്മാർ യോജിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന സന്തതിയാണ് അഭിജാതൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇതിന് റോയൽ ബർത്ത് എന്നൊന്നും അതിനെ പറയേണ്ട കാര്യമില്ല. അഥവാ അതിന്റെ രാജകീയത എന്ന് പറയുന്നത് എന്താണ്? അച്ഛനമ്മമാരുടെ അഭിനിവേശമാണ് സന്തതി ഉണ്ടാകണമെന്നുള്ളത്. അല്ലാതെ യാദൃച്ഛികമായിട്ട് ഉണ്ടായിപ്പോയതല്ല എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളതിനെയാണ് എന്താണ് നമ്മൾ അഭിജാതൻ എന്ന് പറയും അല്ലേ? അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതിന് എന്ത് പറയും? ജാരസന്തതി എന്നൊക്കെ പറയും. അതിനെയാണ്
ഇംഗ്ലീഷുകാരെന്ത് പറയുന്നത്? ബാസ്റ്റേഡ് എന്ന് അവർ പറയുന്നത്. അശ്ലീലമായിട്ടൊന്നും കാണരുത് കേട്ടോ. ഭാഷ പറയുമ്പോൾ അതിലെന്തില്ല, അതിൽ അശ്ലീലമൊന്നും ഇല്ല. പദങ്ങളെ നമ്മൾ ശരിയായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛനമ്മമാരുടെ അഭിനിവേശം കൊണ്ടാണ് മകനെ അഥവാ മകളെ നീ ഉണ്ടായിരിക്കുന്നത്. അംഗാതംഗ സംഭവസി. അച്ഛനമ്മമാരുടെ ഓരോ അംഗത്തിൽ നിന്നുമാണ് കുഞ്ഞുണ്ടാകുന്നത്. അച്ഛനിൽ ഒരു ബീജം അച്ഛൻ്റെ എല്ലാ അംഗങ്ങളുടെയും തേജസ്സിനെ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് കുഞ്ഞുണ്ടായിട്ട് ചിരിക്കുമ്പോൾ എന്താണ് പറയുക? മുത്തശ്ശിമാര് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറയും, ഓ കള്ളൻ, അച്ഛന്റെ മുഖം തന്നെ, അല്ലേ? എന്താണ്? അല്ലെങ്കിൽ അമ്മയുടെ മുഖം തന്നെ. എങ്ങനെയാണ് ഈ അച്ഛന്റെ മുഖം തന്നെ ആയത്? കുട്ടി ചിരിക്കുമ്പോൾ പറയും അച്ഛൻ ചിരിക്കുന്ന പോലെ തന്നെ, നടക്കുമ്പോൾ അതുപോലെ തന്നെ. കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ രാത്രിയിൽ ചിലപ്പോൾ അച്ഛനും പുറത്തു പോയിണ്ടാവും, മകനും പുറത്തു പോയിണ്ടാവും. വന്നിട്ട് വിളിക്കുമ്പോൾ സമയത്ത് അമ്മ ചെറിയൊരു മയക്കത്തിലിരിക്കും. ആ സമയത്ത് വാതിലും മുട്ടിട്ട് തുറക്കൂ എന്ന് പറഞ്ഞാൽ അച്ഛനാണോ വിളിച്ചത്, മകനാണോ വിളിച്ചതെന്ന് അമ്മയ്ക്ക് പോലും സംശയമാകും. കാരണം എന്താണ്? സ്വരം ഒരേപോലെ ഇരിക്കുന്നു. എന്താണിത്? അവിടെയാണ് എന്താണ് ആ ബീജം എന്ന് പറയുന്നത്? ഓരോ അംഗത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അച്ഛൻ്റെ ഓരോ അംഗത്തിൽ നിന്നുമാണ് ആ ബീജം രൂപപ്പെടുന്നത്. അമ്മയുടെ ഓരോ അംഗത്തിൽ നിന്നുമാണ് ആ അണ്ഡം രൂപപ്പെടുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞിൽ ആരുണ്ട്? അച്ഛനും അമ്മയും ഒരുപോലെ ഇരിക്കുന്നു. രണ്ടുപേരുടെയും സവിശേഷതകൾ ഉണ്ട്. രണ്ടുപേരുടെ സ്വരവും ഉണ്ട്. പിന്നെ എങ്ങനെയാണ് കൊച്ചിന്റെ സ്വരം അമ്മയുടെ മകളുടെ സ്വരം അച്ഛന്റെ സ്വരത്തിന് ഭിന്നമായിരിക്കുന്നത്? അതിന്റെ ഫ്രീക്വൻസിയുടെ വ്യത്യാസം കൊണ്ടാണ് അത് ഭിന്നമായിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്? അച്ഛന്റെ സ്വരം തന്നെയാണ് മകളുടെ, അമ്മയുടെയും സ്വരമാണ്. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ആരായിരിക്കുന്നത്? കുഞ്ഞായിരിക്കുന്നത്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആത്മാവൈ പുത്രനാമാസി. ആത്മാവ് തന്നെയാണ് ആരുടെ? അച്ഛനമ്മമാരുടെ ആത്മാവ് തന്നെയാണ് മകനെ നീ അഥവാ മകളെ നീ. സജീവ ശരദശതം. അങ്ങനെയുള്ള നീ 100 ശരത്തുകൾ ജീവിക്കണം, 100 വർഷം ജീവിക്കണം എന്നർത്ഥം. അപ്പോ എന്താണ്? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്ന അന്വഹം എന്നുള്ളതിന്റെ അർത്ഥമാണ് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലാ പകലുമല്ല, എല്ലായ്പ്പോഴും, നിരന്തരം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ ദേവൻ എങ്ങനെയുള്ള ദേവനാണ്? ത്രയ്യന്ത ഗ്രന്ഥ ദുഗ്ധോദതി മദന സമുദ്ഭൂത പൂതാമൃതോദ ഗീത. അങ്ങനെയുള്ളതായ ഗീത. ഗീതയ്ക്ക് ഒരു വിശേഷണം കൂടിയുണ്ട്. അനൽപാർത്ഥ ഗർഭ. അനൽപങ്ങളായ അർത്ഥങ്ങളെ ഗർഭത്തിൽ ധരിച്ചത്. ഇംപ്രഗ്നേറ്റഡ് വേർഡ്സ്. ഗീതയിലുള്ള വാക്കുകൾ എന്താണ്? ഇംപ്രഗ്നേറ്റഡ് വേർഡ്സ് ആണ്. ഓരോ വാക്കും എന്താണ്? ഒരു അർത്ഥപ്രപഞ്ചത്തെ ഗർഭം ധരിച്ചിരിക്കുന്നു, അല്ലെ? യോഗ കർമ്മസു കൗശലം. യോഗം എന്ന് പറയുന്നത് കർമ്മത്തിൽ കൗശലമാണ് എന്ന് പറയുമ്പോൾ എന്താണ്? കൗശലം എന്ന് പറയുമ്പോൾ സൂക്ഷ്മമായി ആ ജോലി ചെയ്യുക എന്നർത്ഥമാണോ? ആകാം. ആ അർത്ഥവും അതിന് ഉണ്ട്. സൂക്ഷ്മത, സൗക്ഷ്മ്യം എന്ന് പറയുന്നത് അതിന് ഉണ്ടായേ പറ്റുള്ളൂ. സൂക്ഷ്മത ഉണ്ടായേ പറ്റുള്ളൂ. അതേപോലെ തന്നെ അത് കൗശലം എന്ന പദം തന്നെ അവിടെ എന്ത് പ്രയോഗിച്ചു? സാമർഥ്യം എന്ന് പ്രയോഗിച്ചില്ലല്ലോ, കൗശലം എന്ന് തന്നെ പ്രയോഗിച്ചു. എന്തുകൊണ്ടാണ് കൗശലം എന്ന് പറയുന്നത്? കുശലന്റെ ഭാവം കൗശലം. കുശലൻ ആരാണ്? കുശം ലാദി ഇതി കുശലഹ. കുശത്തെ കൊണ്ടുവരുന്നവൻ കുശലൻ. കുശം എന്ന് പറഞ്ഞാൽ എന്താണ്? ദർഭപ്പുല്ല്, അല്ലെ? സാക്രിഫിഷ്യൽ ഗ്രാസ്, ദർഭപ്പുല്ല്. എന്താണ് അതിന്റെ പ്രത്യേകത? നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ് അതിന്റെ ഇലകൾ നല്ല മൂർച്ചയാണ്. അപ്പോ എന്താണ്? കുട്ടികളെ ആശ്രമങ്ങളിലൊക്കെ കുട്ടികളെ പോയിട്ട് ദർഭ പറിച്ചു കൊണ്ടുവരൂ എന്ന് കൊണ്ട് കുട്ടികളെ പറഞ്ഞു വിടും. അങ്ങനെ പറഞ്ഞു വിട്ടാൽ എന്തിനാണ് അവരെ പറഞ്ഞു വിടുന്നത്? കുട്ടികളെ ഋഷിമാരുടെ മഹർഷിയുടെ സമയം ലാഭിക്കാനാണ് കുട്ടികളെ പറഞ്ഞു വിടുന്നത്, ദർഭ പറിച്ചു കൊണ്ടുവരാൻ. അത് സാമർഥ്യമല്ലാത്ത കുട്ടി പോയി പറിച്ചാൽ എന്താവും? ആ കൈ മുറിച്ചിട്ട് വരും. അതിന്റെ ദർഭയുടെ അഗ്രം കൊണ്ട് കൈ വ്രണിതമാവും. പിന്നെ ഈ സമയമില്ലാത്ത മഹർഷിക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്യാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ആരെയാണ് വിടുക? നല്ല സാമർഥ്യമുള്ള കുട്ടികളെ വിട്ടാലേ കൈ മുറിയാണ്ട് ദർഭ പറിച്ചു കൊണ്ടുവരുള്ളൂ. അപ്പൊ നല്ല സാമർഥ്യമുള്ള കുട്ടി പോയിട്ട് ദർഭ പറിച്ചിട്ട് കൊണ്ടുവരും. ദർഭ മുറിച്ചു കൊണ്ടുവരണമെന്നാണ് നിയമം, പറിക്കാൻ പാടില്ല. വെറുതെ നമ്മൾ വീണ്ടും നമ്മുടെ ദർശനങ്ങളിലേക്കൊക്കെ പോണ്ടി വരും, അല്ലേ? ഔഷധം പോലും ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വേര്, അല്ലേ, പുളിയുടെ വടക്കോട്ട് പോയ വേര് മുറിക്കുക, 2 കത്തി കൊണ്ട് മുറിക്കുക. എന്താണ് 2 കത്തി കൊണ്ട് വടക്കോട്ട് പോയ വേര് തന്നെ മുറിക്കുന്നത്? അപ്പൊ പുളി വെക്കാൻ പറഞ്ഞില്ല വീടിന്റെ തെക്ക് വശത്താ.
അപ്പൊ അതുകൊണ്ടാണ് വടക്കോട്ട് പോയ വേര് മുറിക്കാൻ പറയുന്നത് ഔഷധത്തിന് എടുക്കുമ്പോഴേ. എന്തിനാണ് വടക്കോട്ട് പോയ ആ വേരാണ് വീടിന്റെ അടിയിലേക്കൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, അതിന് രണ്ട് നല്ല മൂർച്ചയുള്ള രണ്ട് കത്തിയോണ്ട് മുറിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് രണ്ട് കത്തിയോണ്ട് മുറിക്കണത്, ഒരു കത്തിയോണ്ട് മുറിച്ചാൽ ഇത്തിരി മൂർച്ച കുറയും. അപ്പൊ അടുത്ത ഭാഗം മുറിക്കുമ്പോൾ എന്താണ്, മരത്തിന് കൂടുതൽ ഷെയ്ക്ക് തട്ടും. അതില്ലാതിരിക്കാണ് നല്ല മൂർച്ചയിലാണ് ഒരു ഭാഗം മുറിക്കണം, മറ്റേ ഭാഗം മുറിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഈ രണ്ട് കത്തിയോണ്ട് മുറിക്കാൻ പറയുന്നത്. അപ്പൊ പെട്ടെന്ന് മരത്തിന് കഴിയുന്നതും അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതാണ് അങ്ങനെ ഒരു വേര് ഉണ്ടാക്കുമ്പോൾ എന്താണ്, അത് ദോഷമായി വരാവുന്ന വേര് എടുക്കാൻ പോകും. ഇതൊക്കെ എല്ലാ സ്ഥലത്തും നമ്മൾ പലയിടത്തും ഇതൊക്കെ നമ്മൾ അന്ധവിശ്വാസങ്ങളായിട്ടാണ് നമ്മൾ കൂട്ടി, അത്രേ ഉള്ളൂ. അന്ധവിശ്വാസങ്ങളല്ല, അവരൊക്കെ വലിയ ദർശനമുള്ളവരാണ്. ആ ദർശനമുള്ളവരായതുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നിട്ട് നമ്മൾ അതൊക്കെ അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസമല്ല. എന്തുകൊണ്ടാണ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞതിലൊക്കെ അവർക്കൊരു ദർശനം ഉണ്ട് എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക. ആ ദർശനത്തെ ഉൾക്കൊള്ളാത്ത ആൾ എന്ത് പറയും, അന്ധവിശ്വാസമാണെന്ന് പറയും. ചിലർക്ക് അങ്ങനെയാണ് അല്ലേ. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഡ്രൈ ക്ലീനിങ് നടത്തുന്ന ഒരു സ്ഥാപനം, അവിടെ ചെന്നിട്ട് അവിടുത്തെ ആളോട് ചോദിച്ചു, ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇത് കറയൊക്കെ കളഞ്ഞെടുക്കുന്നത്? അതൊക്കെ എളുപ്പമാണ് സാറേ, കറയുള്ള വസ്ത്രമാണെങ്കിൽ അത് ബി ടാങ്കിൽ ഇട്ടാൽ മതി, അല്ലാത്തൊക്കെ എ ടാങ്കിൽ ഇട്ടാൽ മതി. ബി ടാങ്കിൽ ഇട്ടാൽ കറ പോവും. ഇതാണ് അയാൾക്ക് അറിയാവുന്നത്, ആ പയ്യന് അറിയാവുന്നത്. ബി ടാങ്കിൽ എന്താണ്, ബി ടാങ്ക് ബ്ലീച്ച് ചെയ്യാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിലിട്ടാൽ എന്തായി തീരും, അത് കറവ് കൂടും എന്നറിയാം. നമുക്ക് ഇത് മാത്രമേ അറിയുള്ളൂ, നമുക്ക് ഈ ബി ടാങ്കിലിടുന്നത് മാത്രമേ അറിയുള്ളൂ. അതിൽ എന്താണ് അറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ ചെയ്യുന്ന പയ്യൻ അവനത് സംബന്ധിച്ചിടത്തോളം അത് അറിഞ്ഞുകൂടാ. അവനതിലിട്ടാൽ അത് അവന്റെ വിശ്വാസം മാത്രമാണ്. പക്ഷെ ആ വിശ്വാസം അവന് കൊടുത്ത ആൾ എന്താണ്, കൃത്യമായ ശാസ്ത്രദൃഷ്ടിയിലൂടെയാണ് ആ ദൃഷ്ടാന്തം അവന് കൊടുത്തിരിക്കുന്നത്. ഇരിക്കട്ടെ. അപ്പൊ ഈ കുശലൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കുശം പറിച്ചു കൊണ്ടുവരുന്ന കുട്ടി എങ്ങനെയുള്ളതായിരിക്കും? ആ ആശ്രമത്തിലെ ഏറ്റവും സമർത്ഥനായ കുട്ടിയെയാണ് കുശം കൊണ്ടുവരാനായിട്ട് വിടുക. അപ്പൊ എന്തായി തീർന്നു, കുശലൻ. ആരായി തീർന്നു, സമർത്ഥൻ എന്ന അർത്ഥം വന്നു. അതിഥികൾ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും കുട്ടികളെ, ഇത് മാർക്കണ്ഡേയൻ, ഇയാൾ ഇവിടുത്തെ കുശലനാണെന്ന് പറഞ്ഞാൽ എന്തായി തീർന്നു, അവിടുത്തെ ഏറ്റവും സാമർത്ഥ്യമുള്ള കുട്ടി എന്ന് അർത്ഥം വന്നു. അങ്ങനെ കുശലൻ എന്ന പദത്തിന് സാമർത്ഥ്യമുള്ള ആൾ എന്ന് അർത്ഥം വന്നു. കർമ്മങ്ങളിൽ കുശലതയാണ് എന്ത് യോഗം എന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, കുശം പറിക്കുന്ന കുട്ടി കുശം പറിക്കുകയും എന്നാൽ കുശം പറിക്കുന്നത് കൊണ്ട് കൈക്കുണ്ടാകുന്ന ആഘാതം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുക. അതുപോലെ നമ്മൾ കർമ്മം ചെയ്യുകയും കർമ്മം കൊണ്ട് നമുക്കുണ്ടാകാവുന്ന ഫലബന്ധനം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുക. ഇതാണ് യോഗം എന്നാണ് ഭഗവാൻ പറഞ്ഞതിന് അർത്ഥം. അപ്പൊ ആ പദം തന്നെ സാമർത്ഥ്യം എന്ന് പറയാതെ എന്തുകൊണ്ട് കൗശലം എന്ന് പറഞ്ഞു എന്ന് ചിന്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ, ചിന്തിക്കണം. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അർത്ഥതലങ്ങൾ, എത്രയോ ഋഷിമാരാണ് ഈ പദങ്ങൾ പ്രയോഗിച്ചത്. ഋഷി എന്ന് പറഞ്ഞാൽ ദർശനമുള്ളവരാണ് ഈ പദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ അറിയണം. ഇപ്പൊ എന്താണ് പറഞ്ഞത് എന്താണ്, ത്രയ്യന്ത ഗ്രന്ഥ ദുഗ്ധോദധി മദന സമുദ്ഭൂത പൂത അമൃതോദ അനൽപാർത്ഥ ഗർഭ ഗീത. ഗീത ഭഗവത്ഗീത. എങ്ങനെയുള്ള ഭഗവത്ഗീതയാണ്? ത്രയ്യുടെ അന്തം. ത്രൈ എന്താണ്? ഋഗ് യജു സാമ വേദങ്ങളാണ് ത്രൈ എന്ന് പറയുന്നത്. ഈ 3 വേദം, 4 വേദമില്ലേ? ഉണ്ട്. അഥർവവേദം അതെന്താണ്? പ്രധാനമായിട്ടും അത് രാജാക്കന്മാർക്കുള്ള മന്ത്രങ്ങളാണ് അതിൽ വരുന്നത്. ഒരുവിധം മന്ത്രങ്ങളൊക്കെ ഋഗ്വേദത്തിലെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് എന്തുണ്ട്, രാജാക്കന്മാർക്ക് ശത്രു സംഹാരത്തിനായി ഉപയോഗിക്കാനുള്ള ചില കാര്യങ്ങളും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സാധാരണ ഇത് കൊണ്ട് നടക്കേണ്ട എന്ന് പറഞ്ഞത് അല്ലേ. എന്തുപോലെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, പാത്രത്വമില്ലാത്തവൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വിദ്യ കൊണ്ട് നടക്കാൻ പാടില്ല. ഏകലവ്യന വിദ്യ കൊണ്ട് നടക്കാൻ പാടില്ല. അതുപോലെ രാജാവിന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടതായ കാര്യങ്ങൾ നമ്മൾ കൊണ്ട് നടക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്താണ്, വേദങ്ങൾ ത്രയ്യായി അല്ലേ, ഋഗ്യജസ് സാമങ്ങളായി തീർന്നു എന്നർത്ഥം. എന്തുപോലെ സിവിലിയന്മാർ എന്തുകൊണ്ട് നടക്കാൻ പാടില്ല, ആയുധങ്ങൾ കൊണ്ട് നടക്കാൻ പാടില്ല. നമുക്കിപ്പോഴും ഇല്ലേ, പണ്ടത്തെ ദ്രോണാചാര്യർ പറഞ്ഞ ആ നിയമം ഇന്നുണ്ട് അല്ലേ. ഇതുകൊണ്ടാണ് നമുക്കൊക്കെ ഒരു തോക്ക് നമുക്ക് കൊണ്ടു നടക്കാൻ അവകാശമില്ലാത്തത് അല്ലേ. നമ്മുടെ സാറന്മാരൊക്കെ ഒരു
തോക്ക് കൊണ്ട് നടന്നോട്ടെ, എല്ലാവരും രാധ ചേച്ചിയൊക്കെ ഒരു തോക്ക് കൊണ്ട് നടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ എന്താണ് സമ്മതിക്കാത്തത്? പാടില്ല. സിവിലിയന്മാർക്ക് എന്ത് പാടില്ല? രാജാക്കന്മാർക്കുള്ള അവകാശങ്ങൾ സിവിലിയന്മാർക്ക് ഇല്ല. അവിടെ തന്നെയാണ് നമ്മളുടെ ത്രൈ എന്ന് പറയുന്നതിൻ്റെയും പ്രസക്തി എന്ന് പറയുന്നത്. അതുപോലെ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്നുള്ളതിനും ത്രിവർഗ ഫലപ്രാപ്തി, ത്രിവർഗങ്ങൾ എന്തുകൊണ്ടാണ് മോക്ഷം അവിടെ പറയാത്തത്? മോക്ഷം എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിന് ശേഷമുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന നമ്മൾ ധർമാർത്ഥകാമങ്ങൾ എന്ന് വെച്ചാൽ മതി എന്നാണ് ഈ പറയുന്നതിൻ്റെ ഒക്കെ അർത്ഥം. അപ്പോ ത്രൈ അന്തം, വേദങ്ങളുടെ അന്തം, വേദാന്ത ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥങ്ങളാകുന്ന ദുഗ്ധോദധി, ദുഗ്ധം പാല്, ഉദധി സമുദ്രം, ദുഗ്ധോദധി പാൽ സമുദ്രം, പാലാഴി, പാലാഴിയെ മഥനം ചെയ്തിട്ട് അതിൽ നിന്ന് സമുദ്ഭൂതമായിട്ടുള്ള, അതിൽ നിന്ന് ആവിർഭവിച്ച പാലാഴിയെ മഥനം ചെയ്ത്, വേദാന്ത ഗ്രന്ഥങ്ങളാകുന്ന പാലാഴിയെ മഥനം ചെയ്ത് അതിൽ നിന്ന് ഉണ്ടായതായ പൂത അമൃത ഉദ, പൂതമായ പവിത്രമായ അമൃതമാകുന്ന ഉദകത്തോടു കൂടിയത്, അമൃതമാകുന്ന ജലത്തോടു കൂടിയത്. പാലാഴിയിലെ ജലത്തെ മഥനം ചെയ്തിട്ട് അതിൽ നിന്നാണ് അമൃതം ഉണ്ടായത്. ആ അമൃതാണ് ഈ നദിയിലെ ഉദകം. ഉദകം ജലം. ഏത് നദിയിലെ? ഈ ഭഗവത്ഗീതയിലെ ജലം തന്നെ എന്താണ്? ഈ അമൃതാണ്. അപ്പൊ പിന്നെ അതിനെ മഥനം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അത് തന്നെ അമൃതാണ് എന്നർത്ഥം. അപ്പോ എന്താണ്? ഈ വേദാന്ത ഗ്രന്ഥങ്ങളാകുന്ന സമുദ്രത്തെ മുഴുവൻ മഥനം ചെയ്ത് അതിൽ നിന്ന് ലഭിച്ച അമൃത് തന്നെ പ്രവഹിക്കുന്നതായ ഈ ഗീതാ നദി, ഗീതയാകുന്ന നദി. അതുപോലെ എന്താണ്? അനൽപാർത്ഥഗർഭ. അപ്പൊ പിന്നെ അത് പറയേണ്ട കാര്യമേ ഇല്ല, അതുകൊണ്ട് തന്നെ സിദ്ധമാണ് അല്ലേ? ഇതിനെ മഥനം ചെയ്തതിൻ്റെ അമൃതാണ് ഇതിലെ ജലം എന്ന് പറയുമ്പോൾ എന്താണ്? അത് എന്താണ്? അനൽപങ്ങളായ അർത്ഥങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. അതാണ് നമുക്ക് നേരത്തെ പറയേണ്ടി വന്നത് അല്ലേ? അതിനെ പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയേണ്ടി വന്നു? വേറെ പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്കവാറും ഈ സമയം മുഴുവൻ അതിനായിട്ട് നിൽക്കുകയും ചെയ്തു. അങ്ങനെയുള്ളതായ ആ ഗീത യത് വക്രചന്ദ്ര പ്രതിനിധി നിഹിത, ഏതൊരു ദേവന്റെ വക്രം, വക്രം എന്ന് പറഞ്ഞാല് മുഖം അല്ലേ? മുഖം, വക്രം പറയുന്നതിനുള്ള നമ്മുടെ എന്താണ്? അവയവമാണ് മുഖം. അതുകൊണ്ടാണ് മുഖത്തെ എന്ന് പറയുന്നത് വക്രം, ലബനം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. വക്രം, വക്രം എന്താണ്? വദതി, പറയാനുള്ളതാണ് നമുക്ക് വായ്. മൃഗങ്ങളുടെ വായ പോലെയല്ല, മൃഗങ്ങളുടെ വായ തിന്നാനുള്ളതാണ്, നമ്മുടെ വായ തിന്നാനുള്ളതല്ല. പിന്നെ ഇതിനുള്ളതാണ്? പറയാനുള്ളതാണ്. അതുകൊണ്ടാണ് ലബനം. ലബനം എന്ന് പറഞ്ഞാൽ മുഖമാണ്. ആലപനം ചെയ്യുന്നത്, പറയുന്നത് ഉണ്ടോ? വക്രം, ലബനം എന്നുള്ള പദങ്ങളൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ യദ്വക്രാത്, ഏതൊരു ദേവന്റെ മുഖത്ത് നിന്ന് ഈ ഗീത ആവിർഭൂതമായോ, വക്രമാകുന്ന ചന്ദ്രൻ, മുഖചന്ദ്രൻ, മുഖമാകുന്ന ചന്ദ്രന്റെ പ്രതിനിധിയാൽ നിഹിതമാക്കപ്പെട്ടത്. ആ ദേവന്റെ മുഖമാകുന്ന ചന്ദ്രന്റെ പ്രതിനിധി ആയിട്ടാണ് ആര് വന്നത്? ഗീതാകാരനായി വന്നത്. ആ ദേവന് പറയാനുള്ള ധർമ്മ സർവസ്വം പറയാൻ വേണ്ടിയാണ് ആ ദേവൻ വന്നത്. ആ ദേവന്റെ മുഖചന്ദ്രത്തിൽ നിന്ന് പ്രസൃതമായ എന്താണ്? ആ നിലാവാണ് ഗീത, ഭഗവത്ഗീത. അപ്പോ അപ്രകാരമുള്ളതായ ദേവന്റെ യത് വക്രചന്ദ്ര പ്രതിനിധി നിഹിത, വക്രചന്ദ്രന്റെ പ്രതിനിധിയാൽ നിധാനം ചെയ്യപ്പെട്ട, ഭൂമിയിൽ വിതയ്ക്കപ്പെട്ട, അർജുനനാകുന്ന ആ ക്ഷേത്രത്തിൽ വിതയ്ക്കപ്പെട്ടതായ ആ ഗീത ഏതൊരു ദേവനിൽ നിന്നാണ് ഉണ്ടായത്? അസ്മത് ഹൃദയ രുക് അഗതങ്കാരഹ. ആ ദേവൻ അസ്മത്, നമ്മുടെ ഹൃദയത്തിന്റെ രുക്ക് എന്ന് പറഞ്ഞാൽ രോഗം അഥവാ എന്താണ്? വേദന. രോഗങ്ങളെയോ വേദനകളെയോ അഗതങ്കാരഹ, ഗതമല്ലാതെയാക്കി തീർക്കുന്ന, വേദനയല്ലാതെയാക്കി തീർക്കുന്ന, രോഗത്തെ രോഗമല്ലാതാക്കി തീർക്കുന്ന ആ ദേവൻ എവിടെയാണ്? അംബരനദ നിലയാധിഷ്ഠിത. അംബരനദം, അംബരം ആകാശം, ആകാശമാകുന്ന
നദം. നദം എന്താണ്? നദി തന്നെ, ആകാശം. നദി ശബ്ദം ഉണ്ടാക്കുന്നു എന്നർത്ഥം. ശബ്ദത്തോടുകൂടി പ്രവഹിക്കുന്ന ജലമായതുകൊണ്ടാണ് നദി എന്ന് അതിനെ പറയുന്നത്. അമ്പരനദം. അപ്പൊ അമ്പരപ്പുഴയാണ് എന്തായി മാറിയത്? അമ്പലപ്പുഴയായി മാറിയത്. അമ്പരനദം എന്ന് പറഞ്ഞാൽ അമ്പരപ്പുഴ. അമ്പരപ്പുഴ. പിന്നെ നമുക്ക് പറഞ്ഞു പറഞ്ഞ് അമ്പലപ്പുഴ. രലയോരഭേദമുണ്ട്, രാക്കും ലാക്കും അഭേദമുണ്ട് അല്ലേ? നാലികേരം, നാരികേലം എന്നും പറയാം. നാലികേരം, നാരികേലം എന്ന് പറയും. രലയോഹോ അഭേദം എന്ന് പറയുന്നത് വെച്ചിട്ടാണ്. അപ്പൊ അമ്പലപ്പുഴ എന്തായി തീർന്നു? അമ്പലപ്പുഴ എന്തായി തീർന്നു? അമ്പലപ്പുഴയായി പിന്നെ മാറി. അങ്ങനെ അമ്പലപ്പുഴ എന്ന ആ ക്ഷേത്രത്തിൽ അമ്പരനദ നിലയം, അമ്പരനദം അമ്പലപ്പുഴ, അമ്പലപ്പുഴ എന്ന നിലയത്തിൽ, നിലയം സദ്മ, ആലയം അല്ലെ, ദേവാലയം. ആ ദേവാലയത്തിൽ അധിഷ്ഠിതനായിരിക്കുന്ന, അധിഷ്ഠാനം ചെയ്യുന്നതായ ആദ്യ സപ്രകാശ, ആ ആദ്യമായ പ്രകാശം, ആദ്യ സ്വരൂപം, ആദ്യമായ പ്രകാശം അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പരമാത്മ ചൈതന്യം, ആ ദേവൻ, ആ സ്വപ്രകാശ, സ്വപ്രകാശം. ഏഷഹ സ്വാമി, ആ സ്വാമി തന്നെയാണ് ആര്? ശ്രീകൃഷ്ണൻ. അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ നഹ ആയാസത പായാൻ, ആ ദേവൻ എന്നും നമ്മളെ ആയാസങ്ങളിൽ നിന്ന് പാലനം ചെയ്യട്ടെ. അപ്പോൾ ആ തേജസ്. നേരത്തെ നമ്മൾ ഒരു ശ്ലോകത്തിൽ ശ്രീ പരമേശ്വരനെ പറ്റി, ശിവനെ പറ്റി പറഞ്ഞു. ഇവിടെ നമ്മൾ വീണ്ടും വിഷ്ണു ചൈതന്യമായിട്ടുള്ള, വിഷ്ണു തേജസ്സായിട്ടുള്ള ശ്രീകൃഷ്ണനിലേക്ക് നമ്മൾ വന്നു അല്ലേ? എന്തിനാണ് ഇങ്ങനെ പല പല രൂപങ്ങളിൽ പറയുന്നത്? നമുക്ക് ഏത് രൂപമാണ് ഏറ്റവും ഹൃദ്യമായി തോന്നുന്നത് അതിനെ നമുക്ക് സ്വീകരിക്കാം. മനസ്സിന് ഇണങ്ങലാണ് ഏറ്റവും പ്രധാനം അല്ലേ? അതുകൊണ്ടാണല്ലോ അർജുനനും പല പല രൂപത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും എന്താണ്, ആ ചതുർബാഹു രൂപം കണ്ടപ്പോൾ എന്തായി തീർന്നു? വലിയ സന്തോഷം. അതിലാണ് ഏറ്റവും കൂടുതൽ മനസ്സ് ലഭിക്കുന്നത്. നമ്മുടെ മനസ്സ് ഏത് രൂപത്തിൽ കൂടുതൽ ലഭിക്കുന്നു അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റും അല്ലേ? അത് അവിടെയാണ് ആ രൂപം കണ്ടപ്പോൾ അർജുനൻ പറഞ്ഞ്, ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീമസ്മി സംവൃത്ത സചേതാഹ പ്രകൃതിം ഗതഃ. അയ്യോ കൃഷ്ണ, അങ്ങയുടെ ഈ രൂപം കണ്ടപ്പോഴാണ് എന്താക്കുന്നത്? ഏറ്റവും സന്തോഷമായി, എൻ്റെ മനസ്സ് ഏറ്റവും എന്താണ് സന്തുഷ്ടമായി, സമാശ്വസ്തമായി തീർന്നു എന്ന് കൃഷ്ണനോട് അർജുനൻ പറയുന്നുണ്ടായി. കൃഷ്ണൻ പറഞ്ഞു, അർജുന, നീ ഇത് കണ്ടു എന്നുള്ളതൊക്കെ ശരിയാ, പക്ഷെ ഇത് അത്ര പെട്ടെന്നൊന്നും ആളുകൾക്ക് കാണാനൊന്നും സാധ്യമല്ല അല്ലേ? അതും പറഞ്ഞില്ലേ? ദുർദർശമിതം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവാ അപി അസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണ. നീ ഇപ്പോൾ കണ്ട രൂപമുണ്ടല്ലോ, ഇത് അങ്ങനെ എളുപ്പമൊന്നും കാണാൻ, ദേവന്മാർ പോലും ഈ രൂപം കാണാൻ കൊതിക്കുന്നവരാണ് അർജുന. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയൊന്നും കാണാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ് നമ്മളോടും പറയാനുള്ളത്. പല പല രൂപത്തിൽ നമുക്ക് പറയുകയാണ്. അർജുനൻ കണ്ടിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ പല രൂപത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ? തൃപ്രയാറപ്പനെ നാം കണ്ടിട്ടുണ്ട്, നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ടിട്ടുണ്ട് അല്ലെ, ഏറ്റുമാനൂരപ്പനെ ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണെങ്കിൽ ഏതാണ്? ഒക്കെ വിഭിന്നങ്ങളായിട്ടുള്ള രൂപങ്ങളിലാണ്. ഏത് നമുക്ക് നമ്മുടെ മനസ്സിന് ഇണക്കം വരുന്നുവോ ആ രൂപത്തെ സ്വീകരിച്ച് ആരാധിച്ച് എന്താണ് കൈവല്യം പ്രാപിക്കുന്നതിനുള്ള അസുലഭമായിട്ടുള്ള സന്ദർഭമാണ് നമുക്ക് ഈ ദിവ്യക്ഷേത്രങ്ങളിലെല്ലാം ഉള്ളത്. അത് നമുക്ക് സവിശേഷമായി എടുത്ത് കാട്ടിത്തരിക. അതൊക്കെ അങ്ങനെയില്ലേ? ഉണ്ട്. അതിനെ നമുക്ക് ആ സമന്ത അത് ദർശിപ്പിക്കുകയാണ്. ആദർശം, ദിവ്യക്ഷേത്രങ്ങളിലെ ആദർശത്തിലൂടെ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികള് നിർവഹിക്കുന്നത്. അപ്പോ ഇത്രയും കൊണ്ട് ഇന്നത്തെ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ എന്തായി? ത്രയ്യന്തഗ്രന്ഥ ദുഗ്ധോദധി മഥന സമുദ്ഭൂത പൂതാമൃതോദ ഗീതായദ്വക്ത്രചന്ദ്ര പ്രതിനിധി നിഹിത അഭൂത് അനൽപാർത്ഥഗർഭ പായാദായാസദോസ്മദ് ഹൃദയരുഗദങ്കാര ഏഷോന്വഹം നഃ സ്വാമി ശ്രീകൃഷ്ണ ആദ്യോംബരനദ നിലയാധിഷ്ഠിത സ്വപ്രകാശ. ഇത്രയും ഗഹനമായിട്ട് ആണ് ഏറ്റുമാനൂരപ്പനെ പറ്റിയും അമ്പലപ്പുഴ ദേവനെ പറ്റിയും പറഞ്ഞത്. അത് നമുക്ക് കണ്ണുറപ്പിച്ചു.
എസ്പെഷ്യലി ഏറ്റുമാനൂരപ്പൻ രൗദ്രഭാവത്തിലാണ് ഇരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എല്ലാം സമർപ്പിച്ച് നോക്കണം എന്നുള്ളത് അത് പറഞ്ഞു തന്നു. അതെല്ലാം വളരെ വളരെ നന്ദി. ഇതെല്ലാം രാധ ചൊല്ലി. ഞാന് ലളിതാ സഹസ്രനാമത്തിലെ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ. മൂലമന്ത്രാത്മികായി, മൂലകൂടത്രയ കളയബരായി, കുലാമൃതൈകരസിയായി, കുലസങ്കേതപാലിന്യെ, ഇങ്ങനെ ലായും മിക്സ് ചെയ്ത് പറയുന്നുണ്ട്. ചിലർ അന്നേരം അത് ചിലര് ലാ പറയുന്നുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ സാധാരണ പറയാറുണ്ട്. പക്ഷെ കുളസങ്കേതപാലിന്യെ, കുലാംഗനായി, കുലാന്തസ്ഥായി, ഓം കൗലിന്യൈ നമ, കുളയോഗിന്യൈ നമ, അകുളായി, ഇതെല്ലാം ലായും മിക്സ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അത് ലായും ളായും നമുക്ക് സംസ്കൃതത്തിൽ ശരിക്കും ഉണ്ട്. ള സംസ്കൃതത്തിൽ ഒരു അക്ഷരമുണ്ട്. ലായുടെ തന്നെ രണ്ടറ്റവും ഉള്ളിലേക്ക് മുട്ടിയിട്ടുള്ള ഒരു രൂപം ഇങ്ങനെ വെച്ചിട്ട് ഉള്ള രൂപം എനിക്കറിയാം. അത് തന്നെ. അങ്ങനെ അവിടെ ഒരു ള ഉണ്ട്. പക്ഷെ സാധാരണ അവിടെ അത് സംസ്കൃതത്തിൽ അങ്ങനെ വേർതിരിച്ച് എഴുതാറില്ല. ഒക്കെ ലാ തന്നെ എഴുതാറുള്ളൂ. അപ്പൊ കുലം എന്ന് പറയുമ്പോ നമ്മൾ അത് പറഞ്ഞ് ശീലിച്ച ഒരു രീതിയാണ്. നമ്മുടെ കൗള ആചാരം, കൗലം നമ്മൾ പറയാറില്ല, കൗള ആചാരം എന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ ആചാരങ്ങൾ രണ്ടുണ്ടെന്ന് നമുക്കറിയാലോ. കൗളാചാരം ഉണ്ട്, സമയാചാരവും ഉണ്ട്. അപ്പൊ കൗളം, കുലം, ആചാരം, അതായത് നമ്മൾ പരമ്പരാഗതമായി ചെയ്തു വരുന്ന ഈ ആചാര രീതികളെയാണ് നമ്മൾ കൗള ആചാരം എന്ന് പറയാറ്. അവിടെയും പ്രത്യേകിച്ച് നമ്മൾ കൗളാചാരത്തിൽ ഇപ്പോ മദ്യം, മത്സ്യം മുതലായവയൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ കൗളം എന്ന് അവിടെ പറയുന്നത്. വാസ്തവത്തിൽ കൗളാചാരം അതല്ല. സമയാചാരത്തിൽ നിന്ന് ഭിന്നമായ ആചാരങ്ങളൊക്കെ അവിടെ കൗളമായിട്ട് പറയേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ആ കുണ്ടലിനി ശക്തി ഉണർന്ന് സഹസ്രാരത്തിലേക്ക് എത്തുന്ന ആ ഒരു പ്രക്രിയ, അതാണ് വാസ്തവത്തിൽ സമയഹ. അയം എന്ന് പറഞ്ഞാൽ പോക്ക് എന്നാണ് അർത്ഥം. സമ്യക്കായ അയഹ, സമ്യക്ക നല്ല നിലയിലുള്ള അതിന്റെ ആ ഗമനം. അയം എന്ന് പറഞ്ഞാൽ പോക്ക് എന്നാണ് അർത്ഥം. അയഹ സമയം. നമ്മൾ സമയം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? എല്ലായ്പ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നതാണ് സമയം. അപ്പൊ അതുപോലെ സമയാചാരം, ഇങ്ങനെ ആ ശക്തിയുടെ കുണ്ടലിനി ശക്തി ഉണർന്ന് അത് സഹസ്രാരത്തിലേക്ക് എത്തുന്ന ആ ഒരു പ്രക്രിയ, ഇതാണ് സമയഹ എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് എന്ത്? നമ്മൾ പരമ്പരാഗതമായി ആചരിച്ചു വന്ന നമ്മൾ മണിയടിക്കുന്നു, പിന്നെ എന്താണ് അവിടെ ആരതി ഒഴിയുന്നു. ഇതൊക്കെ എന്താണ്? ഈ ആചാരങ്ങളൊക്കെ എന്താണ്? കൗലങ്ങളാണ് ശരിക്കും. നമ്മുടെ പക്ഷെ കൗലം എന്നല്ല, കൗളം എന്നാണ് നമ്മൾ. അതുപോലെ പുളകം, നമ്മൾ പുലകം എന്ന് പറയാറില്ല, പുളകം എന്ന് പറഞ്ഞാലേ നമുക്ക് സമാധാനമുള്ളൂ. അതുകൊണ്ട് നമ്മളങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ശ്ലോകത്തില് കാരുണ്യാഘൂർണമാനാം അംബക, അപ്പൊ ആ പൂർണമാനാം അത് ഒരു വാക്കാണല്ലേ? മ്യൂട്ടാ സാർ, മ്യൂട്ടാ, അൺമ്യൂട്ട് ചെയ്യൂ. ശരി. ആഘൂർണമാനം എന്നാണ്. ആഘൂർണമാനം എന്ന് പറഞ്ഞാല് ആഘൂർണനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാന എന്ന് പറഞ്ഞാൽ അതൊരു പ്രസന്റ് പാർട്ടിസിപ്പിയൽ വാക്കാണ്. പ്രസന്റ് പാർട്ടിസിപ്പിയൽ ആണ്. വർത്തമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വർത്തമാനഹ, വർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? വർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. ഇതിനെ നമ്മൾ വർത്തമാനം എന്ന് പറയാം. യജമാനഹ, യജമാനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യാഗം ചെയ്യുന്ന ആളെന്ന് അർത്ഥം. പെർഫോമിങ് എ സാക്രിഫൈസ്. യജമാനഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്, പെർഫോമിങ് എ സാക്രിഫൈസ്. യാഗം ചെയ്യുന്ന ആളാണ്. യാഗത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതിൽ ആ യാഗം ആരാണ് നടത്തുന്നത്? അദ്ദേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആള്. നമ്മുടെ സിനിമയിലൊക്കെ നിർമ്മാതാവില്ലേ, അതുപോലെ. അപ്പൊ അതുകൊണ്ട് യജമാനഹ, യജമാനൻ ആരാണ്? പ്രധാനിയായിട്ടുള്ള ആളാണ് യജമാനൻ. അപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിലും ആ യാഗം ചെയ്യുന്നതാണ് പ്രധാനി. അങ്ങനെയാണ് എന്ത് വന്നത്? ഈ യജമാനൻ എന്നുള്ള വാക്കിന് സ്വാമി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളെന്ന അർത്ഥം അങ്ങനെയാണ് വന്നത്. ഇന്നിപ്പോ യാഗം കണ്ടിട്ടില്ലാത്ത യജമാനന്മാർ വരെയുണ്ട്, അല്ലേ? ഒരു മൃഗത്തെ വളർത്തിയാൽ മൃഗത്തിന്റെ യജമാനനായി തീർന്നു.
ആ മൃഗത്തിന് വേണ്ടി അദ്ദേഹം യാഗം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ വർദ്ധമാന മഹാവീരൻ, വർദ്ധമാനഹ എന്ന് പറഞ്ഞാൽ അർത്ഥം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നവൻ അല്ലേ, തേജസ്സിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നവൻ. ഈ മാന എന്ന് കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? അതൊരു പ്രസന്റ് പാർട്ടിസിപ്പിയൽ വേർഡാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ING ഫോം അല്ലെ, പ്രസന്റ് പാർട്ടിസിപ്പിൾ അതല്ലേ അല്ലേ? സംസ്കൃതത്തിൽ കൃതന്തം പറയോ? ഒരു കൃതന്തമാണോ? ഒരു തരത്തിലുള്ള കൃതന്തമാണോ? ഒരു തരത്തിലുള്ള ഒരു കൃതന്തമാണോ? കൃതന്തം, അതായത് ശത്രന്തം ഉണ്ടല്ലോ, ശത്രുപ്രത്യയം ഉണ്ടല്ലോ, ആ കൃതന്തം തന്നെ, ഒരു തനിക്ക് കൃതന്തം തന്നെയാണ്. ശത്രന്തം പരസ്മയ പദങ്ങളിൽ നിന്ന് ശത്രുപ്രത്യമാണ് വെക്കുക, ശത്രന്തം. ആത്മനേയ പദങ്ങളിൽ നിന്നാണ് ഈ ശാനച്ച് പ്രത്യയം വെക്കുക. അങ്ങനെയാണ് ആന. എന്നിട്ട് അതിൽ നിന്ന് ആനെ മുഖ് എന്നൊരു സൂത്രം ഉണ്ട്, അതിൽ നിന്ന് ഈ മുഖ് പ്രത്യയം എന്നിട്ടാണ് ആന എന്നുള്ളത് മാന എന്നായിട്ട് തീരുന്നത്. ചിലയിടത്ത് അങ്ങനെ ഇല്ലാതെ ആന എന്ന് കാണാൻ പറ്റും. അപ്പൊ വർദ്ധമാനഹ, വർത്തമാനഹ, യജമാനഹ, ഈ പദങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഞാൻ ഈ അമ്പകം എന്ന് പറഞ്ഞപ്പോ പീതാംബരൻ അങ്ങനെ ആ വഴിക്ക് പോയി ചിന്തിച്ചു. അത് അമ്പരം വസ്ത്രം, ഇത് അമ്പകം. അമ്പ എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ് അർത്ഥം. അമ്മ, അമ്മയെ അമ്മയാക്കുന്നത് കണ്ണാണെന്ന അമ്പകം ഉണ്ടോ? അമ്മ കണ്ണുള്ള ആളാണ് അമ്മ. കണ്ണ് അല്ലേ, കണ്ണെന്ന് പറഞ്ഞാൽ ബാഹ്യനേത്രം അടച്ചാൽ പോലും അമ്മ എന്ത് ചെയ്യും? കുട്ടിയെ കാണും. അതാണ് അമ്മ. കുട്ടീനെ തൊട്ടിലിട്ടിട്ട് അമ്മയ്ക്ക് ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അമ്മ വളരെ ശ്രദ്ധിച്ചിട്ട് കഷ്ണം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അവിയലാണ് വെക്കുന്നത്. അതുകൊണ്ട് ഓരോ കഷ്ണവും തീപ്പെട്ടിക്കമ്പ് പോലെ ഇരിക്കണം. അതുകൊണ്ട് അമ്മ വളരെ സൂക്ഷിച്ചത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പക്ഷെ എന്താണ്, കുട്ടി അവിടെ തൊട്ടിൽ ഉണർന്നു എന്നുള്ളത് അമ്മ കാണും. എവിടെ? അടുക്കളയിൽ ഇരുന്നിട്ട് അമ്മ കാണും, ഓടിച്ചെല്ലും. അമ്പകം, കുട്ടിയുടെ കണ്ണ്, അമ്മയുടെ കണ്ണ് വളരെ പ്രധാന അമ്പകം എന്ന് പറയുന്നത്. അതുപോലെ ചെവിയും ഒക്കെ അങ്ങനെ തന്നെയാണ്. പണ്ടാരോ പറയണ്ടായി, എന്താണ്, പൊട്ടന്റെ ഭാഷ പൊട്ടന്റെ ഉമ്മക്ക് അറിയാം എന്ന് പറഞ്ഞു. പൊട്ടന്റെ ഭാഷ പൊട്ടന്റെ ഉമ്മക്ക് അറിയാം, ഉമ്മക്ക് അറിയാത്തൊരു ഭാഷ ഇല്ല. ശരിയാ. ഓം വിദ്യാധിരാജായ നമഃ. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന ച പ്രാണസഞ്ജോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തപായു. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാ. അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന മൃത്യുർന ശങ്കാ ന മേ ജാതിഭേദഃ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ. ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ.
ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തിർനമേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം ഗുരുഭ്യോ നമഃ.